പ്രിയമുള്ളവരെ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന പരിപാടി ഇന്ന് AKG സെൻറ്ററിൽ നടന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി 48 സെമിനാറുകളാണ് വിവിധ വേദികളിലായി നടക്കാൻ പോകുന്നത്. അതിനകത്ത് ഊർജം എന്ന വിഷയത്തിലെ സെമിനാറാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നേരിട്ട് സെമിനാറിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ സെമിനാർ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നത് മുൻ MLAയും അതോടൊപ്പം KSEBയുടെ മുൻ ഡയറക്ടറുമായിരുന്ന ശ്രീ MV ജയരാജൻ അവർകളാണ്. സ്നേഹപൂർവം അധ്യക്ഷപദത്തിലേക്ക് വിളിക്കുകയും അതോടൊപ്പം സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമായിട്ടുള്ള നമുക്ക് ഏവർക്കും പരിചിതനായിട്ടുള്ള ശ്രീ ഡോക്ടർ K രവിരാമൻ അവർകളാണ്. സ്നേഹപൂർവം സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ MG സുരേഷ് കുമാറാണ്. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻറ്റും അതോടൊപ്പം ദീർഘകാല KSEB രംഗത്തെ സംഘടനാ പാരമ്പര്യവുമെല്ലാമുള്ള ആളാണ് ഡോക്ടർ MG സുരേഷ് കുമാർ. ആദരപൂർവ്വം MG സുരേഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൻ്റെ ഭാഗമായി ചർച്ചകൾ നയിക്കുന്നത് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ R ഹരികുമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗം ശ്രീ B പ്രദീപ് സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരള റിന്യൂവൽ എനർജി പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ ഭാഗമായി ഉള്ള ശ്രീ ശിവരാമകൃഷ്ണൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ആദരപൂർവ്വം ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CI2വിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ S ഹരിലാൽ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ E മനോജ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ആ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ എഴുതി നൽകുന്നതിന് ഉള്ള അവസരമുണ്ട്. ആ എഴുതി നൽകുന്നത് പിന്നീട് AKG പഠന ഗവേഷണ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, AKG പഠന ഗവേഷണ കേന്ദ്രം കേരളത്തിൻ്റെ ഭാവി വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംഘടിപ്പിക്കുന്നതാണ് 2 ദിവസത്തെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള 46 ചർച്ചാ സമ്മേളനങ്ങൾ. അതിലേറ്റവും പ്രധാനമാണ് ഊർജ മേഖല. വികസനത്തിൽ അത്യന്താപേക്ഷിതമാണ് ഊർജം. ഊർജം എന്ന് പറയുന്നത് നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന്, വൈദ്യുതിയുടെ ഭാഗമായി നാം കണക്കാക്കുന്ന മേഖല. 2, പ്രധാനമായും ഗതാഗതമാണെങ്കിലും ഗതാഗതവും അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഊർജം. അത് എണ്ണയെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത ഡീസലും പെട്രോളും അടക്കമുള്ള എണ്ണ മേഖലയിൽ നിന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് വൈദ്യുതി മേഖലയിലേക്ക് വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിപ്പിക്കും വിധത്തിൽ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇലക്ട്രിക് വാഹനങ്ങളടക്കമുള്ള വീടുകളിലെ
പാചകമടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഭാവിയിൽ അത് വളരെ അത്യന്താപേക്ഷിതമായി മാറാനാണ് സാധ്യത. അപ്പോൾ വൈദ്യുതി ഇതര ഊർജ മേഖലയിൽ നിന്ന് വൈദ്യുതി മേഖലയിലേക്ക് ഊർജത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്ന പുതിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ. അതിന് സഹായകരമാവുന്ന നിർദ്ദേശങ്ങൾ ഇവിടെ ഉയർന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഊർജ മേഖലയിലുള്ളവരാണെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. കേരളത്തിൽ ഊർജ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എല്ലാവരും സമ്മതിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതുസമ്മതി ഊർജോൽപാദനത്തിൽ പൊതുമേഖലയിൽ വൈദ്യുതി മേഖലയിൽ ഇടതുപക്ഷം നാടിനെയും ജനങ്ങളെയും പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതുപോലെ തന്നെ അതിനൊപ്പമോ അതിനപ്പുറമോ ഇടതുപക്ഷമാണ് കേരളത്തെ ഇരുട്ടിൽ നിന്ന് അന്ന് സ്വീകരിച്ച സമീപനം. അന്ന് കേരളം ഇരുട്ടിലായിരുന്നു, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും. ഇന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ മലയാളികളുടെ നാടിനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൽ വയസ്സിലധികം പ്രായമുള്ള 10 വയസ്സിലധികം പ്രായമുള്ള എന്ന് പറഞ്ഞാൽ 4-5 വയസ്സിലുള്ള ഒരു കുട്ടിയോട് അന്ന് ചോദിച്ചാൽ കുറിച്ചും ആ കുട്ടിക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയാൻ കഴിയും, ഞാൻ പ്രായപൂർത്തിയാകുന്ന ഇക്കഴിഞ്ഞ 10 വർഷം അതിനു മുമ്പ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങിനെ കുറിച്ചും എനിക്ക് ചിതമാണ്. വൈദ്യുതിയാണ് വികസനം. അത് വീട്ടിലേക്ക് വേണം, കൃഷി ആവശ്യത്തിന് വേണം, വ്യവസായത്തിന് വേണം. അടുക്കള പുകയണമെങ്കിൽ മുമ്പ് വിറകാണ്, ഇന്നൊരു സ്വിച്ചാണ്. അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ആ സ്വിച്ചിൽ മേലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യം മനുഷ്യജീവിതത്തിൻ്റെ നാനാമേഖലയിൽ വരുന്നു. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ജനനം മുതൽ മരണം വരെ തുടരുന്ന തുടർ പ്രക്രിയയാണ്. വൈദ്യുതി ജനനം മുതൽ മരണം വരെ വേണ്ടതാണ്. മരിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ശ്മശാനത്തിലാണ് അടക്കം ചെയ്യുന്നതെങ്കിൽ അവിടെ വൈദ്യുതി വേണം. ജനിക്കുമ്പോൾ സിസേറിയനിലൂടെയാണ് ഇന്ന് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അവിടെയും ഓപ്പറേഷൻ തിയേറ്ററിൽ വൈദ്യുതി വേണം. അപ്പോൾ ഒരു മനുഷ്യൻ മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാട്? ജലവൈദ്യുതി പദ്ധതികൾ. 96ഓടുകൂടി നമ്മുടെ ദിശാബോധം എങ്ങോട്ട് മാറി? കൂരിരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറത്ത് നിന്ന് വാങ്ങുന്ന വിധത്തിലെത്തി. പുറത്തുനിന്ന് വാങ്ങുന്നത് നമുക്ക് അർഹതപ്പെട്ടത് കൂടിയുണ്ട്. ത്തിൽ അതിനും തുടക്കം കുറിച്ചത് ഉൽപാദനത്തെ പോലെ തന്നെ പ്രസരണ ശൃംഖലയും ശക്തിപ്പെടുത്തിയത് അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പിന്നീട് പ്രസരണ ശൃംഖലയിൽ അതിശക്തമായ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അക്കാലത്ത് വൈദ്യുതി ബോർഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പറയാം, മുഖ്യ ഊന്നൽ കൊടുത്തത് അക്കാലത്ത് പ്രസരണ നഷ്ടം കുറക്കാനായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? കേന്ദ്രം വൈദ്യുതി സ്വകാര്യവൽക്കരിക്കുന്ന നിയമം കൊണ്ടുവന്നു. UPA ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്ന നിയമം പോലെയല്ല. ഇപ്പം കൊണ്ടുവന്ന നിയമം എന്താ? അന്ന് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, പ്രൊഡക്ഷൻ തുടങ്ങി 3 മേഖലകളിൽ കമ്പനി ഉണ്ടാക്കുമ്പോൾ അന്ന് നമ്മൾ ഉറപ്പുവരുത്തി അവരക്കാലത്ത് വൈദ്യുതി മേഖല ഉൽപാദനം മാത്രമല്ല വിതരണവും സ്വകാര്യ മേഖലയിലേക്ക്. അതാണ് മീറ്ററിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതിനെയും തടഞ്ഞു നിർത്തിയത് വൈദ്യുതി മേഖലയിലെ സംഘടനകളുടെയും പൊതുമേഖല, അതിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വലിയ പങ്കുവഹിച്ചത്. ഇപ്പം മേലെയുള്ളത് ഏകസംഗതി കുറേ ഇഷ്ടിക വെച്ച് നിരത്തിയതുപോലെയുള്ള കാര്യങ്ങളാണ്.
അന്ന് സബ്സിഡിയോടുകൂടി പുരപ്പുറ സോളാർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതാണ് എന്നതുകൊണ്ടും അതിന് കേരളത്തിൽ പല വൈതരണികളും ഉണ്ട് എന്നതുകൊണ്ടും, ഇത് രണ്ടും കൊണ്ടാണ്. ഒന്ന്, ജലവൈദ്യുതി പദ്ധതികളുടെ കാര്യത്തിൽ ഇനി നിലവിലുള്ള പദ്ധതികൾ നവീകരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ, പുതിയ പദ്ധതികൾക്ക് സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സോളാറിലേക്കാണ് നാട് പോകുന്നത്. അതുകൊണ്ടാണ് സോളാർ എനർജി ഏതാണ്ട് 1900 മെഗാവാട്ടോളം ഈ കേരളത്തിൽ അത് മാറിക്കഴിഞ്ഞു. ഇനിയും സോളാർ എനർജിക്ക് ധാരാളം സാധ്യതയുണ്ട്. പക്ഷേ അതിലൊരു പ്രധാന കുറവെന്താ? നമുക്ക് ഉള്ള പദ്ധതി ക്രിയാത്മകമായി കേരളം രൂപീകരിക്കേണ്ട അനിവാര്യമായ ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. അതിനേക്കാൾ കൃഷി എതിർത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, കൃഷി വേണ്ടെന്നല്ല എൻ്റെ അഭിപ്രായം. അതിനേക്കാൾ ഗൗരവമാണ് നമ്മുടെ നാട്ടിൽ സോളാർ എനർജിയുടെ ഉൽപ്പാദനവും ആ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി സംരക്ഷിച്ച് നാളേക്ക് ഭാവിയിലേക്ക് അത് മുതൽക്കൂട്ടാക്കുക എന്നതാണ് നാം ഇന്ന് അടിയന്തരമായും. ഡോക്ടർ രവിരാമൻ എൻ്റെ സഹപാഠിയും നാട്ടുകാരനും എല്ലാമാണ്. അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് നല്ല സന്തോഷമുണ്ട്. പെരളശ്ശേരിക്കാരനാണ് അദ്ദേഹം, പക്ഷേ പെരളശ്ശേരി വിട്ടിട്ട് കുറേ വർഷക്കാലമായി. അപ്പോൾ അദ്ദേഹത്തെ വളരെയേറെ സന്തോഷത്തോടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കും. ശ്രീ എം വി ജയരാജൻ, മറ്റു സുഹൃത്തുക്കളെ, ശ്രീ എം വി ജയരാജൻ 96 ആ വിഷയം പറഞ്ഞപ്പോൾ, അതായത് അന്നത്തെ വൈദ്യുതി ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദി എൻറ്റയർ കൺട്രി, ഇൻഡസ്ട്രി, അത് ആ അർത്ഥത്തിൽ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദി എൻറ്റയർ കൺട്രി എന്ന് പറയുമ്പോൾ അതൊരു വികസനത്തിൻ്റെ വിഷയം മാത്രമായിട്ടല്ല അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അതൊരു കാര്യം കൂടിയുണ്ട്, അതും കൂടെ പറയാം. ഞങ്ങൾ നാട്ടുകാരാണ്. ഞാനൊക്കെ അന്ന് പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ 80കൾ വരെ ബ്രണ്ണൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതിന് തൊട്ട് മുമ്പേ 70കളുടെ പദ്യം വരെ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഇല്ല. എപ്പോഴും ഓർക്കുന്നത് അന്ന് വന്നിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ചാണ്. മലബാറിൽ, നിങ്ങൾക്ക് തിരുവിതാംകൂറിൽ ഇരിക്കുന്നവർക്ക് അത്ര അത് അനുഭവം ഉണ്ടാവില്ല, കാരണം അവിടെ ഇരിക്കുന്നവർ അങ്ങേയറ്റം ആ അർത്ഥത്തിൽ ഇരുട്ടിലായിരുന്നു. ഞങ്ങളൊക്കെ അത് നേരിട്ട് അനുഭവിച്ചു തുടങ്ങിയത്, ആ ഒരു എന്താ പറയുക, ആ വെളിച്ചം അനുഭവിച്ചു തുടങ്ങിയത് 96 മുതലാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചതിന്, രണ്ട് കാര്യവും ഓർമ്മിപ്പിച്ചതിന് അദ്ദേഹത്തിന് നന്ദിയുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത് പോലെ നമ്മളിവിടെ ഇരിക്കുന്നവർ ഈ വളരെ സാങ്കേതിക വിദഗ്ധരാണ്, നല്ലൊരു ശതമാനവും. അതുകൊണ്ട് സാങ്കേതിക വിഷയം സംസാരിക്കാൻ ഞാൻ ഈ ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ, ഈ എനർജി ട്രാൻസിഷൻ, ഊർജത്തിൻ്റെ പരിവർത്തനം, അതാണല്ലോ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം. അതായത് നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കേരളം എന്ന് പറയുന്നത് കുറേ കൂടെ മുമ്പേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2050 ആകുമ്പോഴത്തേക്ക് നമുക്ക് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് തലത്തിൽ നമുക്കറിയാം. ഇത് ഒരു വലിയൊരു ഒരു ഇമ്പീരിയലിസ്റ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ എണ്ണ ഉൽപ്പാദനം, അതിൻ്റെ വിതരണം. വെനിൻസ്യൂല നമുക്കറിയാമല്ലോ, ഒറ്റയടിക്കാണ് അമേരിക്ക ആ മേഖലയിലാണ് നടക്കുന്നത്. ആ സ്വകാര്യ മേഖല എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റുകളാണ് അതിൻ്റെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ സ്വഭാവം നമുക്കറിയാം. ഏറ്റവും ഒടുവിലത്തെ RBIയുടെ കണക്ക് പ്രകാരം തന്നെ കോർപ്പറേറ്റ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് 3 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയം, ആ ഒരു രാഷ്ട്രീയത്തെ ഞാനൊക്കെ വ്യത്യസ്ത തലത്തിൽ, അത് ഇവിടെ എല്ലാ ചർച്ച വിഷയമാക്കേണ്ടത് എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രീയം കൃത്യമായും നടപ്പിൽ വരുത്തുന്നതിൽ ഈ കേന്ദ്ര സർക്കാരും കോർപ്പറേറ്റുകളും ഒരുമിച്ച് ചേർന്ന് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാർഷിക മേഖലയിലുള്ള അതിനുള്ള ഒരു പ്രതിഷേധം. കാരണം കാർഷിക മേഖലയ്ക്ക് സബ്സിഡി അനുവദിക്കുന്നില്ല, ഇലക്ട്രിസിറ്റി സബ്സിഡിയാണ് അനുവദിക്കേണ്ടത്. പക്ഷേ ഇലക്ട്രിസിറ്റി സബ്സിഡി ആ അർത്ഥത്തിൽ അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വേജ് ഷെയർ
ആ വേജ് ഷെയർ കിട്ടുന്നില്ല. അത് ഇവിടുത്തെ മാത്രം വിഷയമല്ല കേട്ടോ, ആഗോളതലത്തിൽ തന്നെ ഈ ഒരു വിഷയമാണ്. ഒരു ഭാഗത്ത് ഫാർ റൈറ്റ് പൊളിറ്റിക്സ് അങ്ങോട്ട് എമർജ് ചെയ്യുന്നു, വേറൊരു ഭാഗത്ത് വളരെ പ്രിഡേറ്ററി ആയിട്ടുള്ള ക്യാപിറ്റലിസത്തിൻ്റെ ഫോംസ് വരുന്നു. അത് പുതിയ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു. നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഫ്രീ ആണ്, ഫ്രീ പബ്ലിക് ഗുഡാണ്. പക്ഷേ നമുക്ക് ഫ്രീ പബ്ലിക് ഗുഡായിട്ടല്ലല്ലോ ലഭിക്കുന്നത് പലപ്പോഴും. അപ്പോൾ അതും ഈ കിസാൻ അല്ലെ മസ്ദൂർ അവരുടെ കൂടിച്ചേരലുകൾ, അവരുടെ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളുടെ ഒരു ക്രിയാത്മകതയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ ഇന്നത്തെ ഈ സാങ്കേതിക വിഷയം സംസാരിക്കാവൂ എന്ന ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ശ്രീ എം വി ജയരാജൻ തന്നെ പറഞ്ഞതുപോലെ ഏറ്റെടുത്തു എന്ന് കാണിക്കുന്നത് ഈ ജനങ്ങൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി വേണം. പക്ഷേ ജനങ്ങളെ ആ അർത്ഥത്തിൽ ജാഗ്രത ഉള്ളവരാക്കി തീർക്കേണ്ട ഒരു കടമ നമ്മുടേതാണ്. കാരണം ആ ഒരു സ്വയം പര്യാപ്തത ബില്ല് തീർത്തും ഈ വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഇലക്ട്രിസിറ്റി ബില്ല് തടയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കിസാൻ മസ്ദൂർ സോളിഡാരിറ്റിയാണ്. ആ സോളിഡാരിറ്റി വ്യത്യസ്ത രീതിയിൽ കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം, ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മൾ കാണണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ പ്രദീപ് കുമാറുണ്ട്, ഇവിടെ സുരേഷ് കുമാറുണ്ട്, ഹരി, അതിൽ വൈദ്യുതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ സുരേഷായിട്ട് കുറേ കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കുറേ സംശയങ്ങൾ ഇപ്പോൾ നിവർത്തുകയായിരുന്നു. നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ ഇൻഡെക്സ് നമ്മൾ അർത്ഥത്തിൽ വർക്കാണ്. പക്ഷേ നമുക്ക് ഇത് സംഭരിച്ചു വെക്കാനുള്ള ഒരു സാധ്യതകൾ, അതിൻ്റെ സാങ്കേതിക വിദ്യ, അത് എങ്ങനെയാണ്, സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അതോ മറ്റ് പമ്പ്ഡ് സ്റ്റോറേജിൻ്റെ ഇത്തരം സാങ്കേതിക വിഷയങ്ങൾ ഇവിടെ ലെസ് ദാൻ എൻക്ലോഷർ ഓഫ് ദി എൻക്ലോഷേഴ്സ് ഇൻ മൈ ഓൺ വേർഡ്സ്, അത് അവസാനത്തെ എൻക്ലോഷർ ആവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വിഷയം മുൻകൂട്ടി കാണാൻ കഴിയണം. രണ്ട് വിധമാണല്ലോ ആളുകളുള്ളത്. ഒന്ന് അപകടം മുൻകൂട്ടി കണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നവർ, അല്ലെങ്കിൽ അപകടം നമ്മുടെ മൂക്കിന് വന്ന് മുട്ടിയാൽ മാത്രം ഇരിക്കുകയാണ്. ഈ പവർ സെക്ടർ കൺട്രോൾ ചെയ്യുന്നത് ലെജിറ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. യു ക്യാൻ ലെജിറ്റിമൈസ് ഇറ്റ് ത്രൂ ദ സ്റ്റേറ്റ് ആൻഡ് ദേ ലെജിറ്റിമൈസ് ഇറ്റ് ത്രൂ ദ സ്റ്റേറ്റ് ബിക്കോസ് ദാറ്റ്സ് ദി നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ആ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് at the end of the day it is nothing less than corporate Hindutva state. ഇവർ തമ്മിലുള്ള ഒരു ഹോമോഫിലിക് റിലേഷൻഷിപ്പാണ്, ഹോമോഫിലിസമാണ് കാണുന്നത്. ആസ് അഗെയിൻസ്റ്റ് സോഷ്യലിസം ദാറ്റ് വി വാണ്ട് ക്ലോഷർ. കടന്നു വരുന്ന ഈ ഒരു അപകടം മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങൾ ലാർജർ ഇഷ്യൂസ്, സാങ്കേതിക വിദ്യ അല്ലെ അതിൻ്റെ ട്രാൻസിഷൻ ഇൻഡെക്സ്, അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് സോളാറിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ, ഹൈഡ്രജൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ 13-ാം തീയതി ഹൈഡ്രജനെ കുറിച്ച് വലിയൊരു ഡിസ്കഷൻ ഏർപ്പാട് ചെയ്തിരിക്കുക കോവളത്ത്. അപ്പോൾ ഹൈഡൽ പവറിൻ്റെ സാധ്യതകൾ എന്താണ്? 15 മിനിറ്റാണ് ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. 12.5 മിനിറ്റിൽ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചു. നമുക്ക് അടുത്തതായി വിഷയം സംബന്ധിച്ചിട്ടുള്ള കുറിപ്പ് ഓൾറെഡി പുസ്തകത്തിലുള്ളതുകൊണ്ട് വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ പരാമർശിക്കണം എന്ന് വിചാരിക്കുന്നില്ല. ഒന്ന്, ലോകത്ത് എനർജി സെക്ടറിൽ 2 തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ റിന്യൂവബിളിലേക്കുള്ളൊരു മാറ്റമാണ്. റിന്യൂവബിളിലേക്കുള്ള മാറ്റം മാത്രമല്ല സംഭവിക്കുന്നത്, എനർജി യൂസ് മറ്റ് ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്കുള്ള മാറ്റവും കൂടി സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്ത് ഒരു 14-15% ഏകദേശം ഒരു 20 വർഷം മുമ്പെങ്കിൽ ടോട്ടൽ എനർജി കൺസംഷൻ ഇലക്ട്രിസിറ്റിയുടെ പങ്കെങ്കിൽ അതിപ്പോൾ ഒരു 21-22% എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും ആ നിലയ്ക്കുള്ള മാറ്റമുണ്ട്. കേരളത്തിലാണെങ്കിലും ആ നിലയ്ക്ക് കുറച്ച് മുന്നിലാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 21% ഉണ്ട്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജിയിലേക്കുള്ള പരിവർത്തനവും നടക്കുന്നുണ്ട്. റിന്യൂവബിൾ എനർജിയിലേക്കുള്ള പരിവർത്തനത്തെ പൂർണ്ണമായും പോസിറ്റീവ് എന്ന നിലയ്ക്ക് മാത്രം കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലപ്പോഴും ആ പരിവർത്തനത്തിന് മറ്റു ചില സ്വഭാവങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ഇലക്ട്രിസിറ്റി സെക്ടർ
മറ്റ് എനർജി സെക്ടർ, ഇപ്പോൾ കോളായാലും മറ്റ് മേഖലയായാലും ഒക്കെ തന്നെ അത് പൊതുമേഖല കേന്ദ്രീകൃതമാണ് ലോകവ്യാപകമായിട്ട്. എന്നാൽ ഈ ട്രാൻസിഷൻ പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ കേന്ദ്രീകൃതമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റിന്യൂവബിൾ സെക്ടറിൽ പൊതുമേഖലാ നിക്ഷേപം എന്ന് പറയുന്ന സാധനം വളരെ വളരെ കുറവാണ് എന്ന് കാണാൻ കഴിയും. രണ്ട്, അവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖല ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന കൺവെൻഷണൽ എനർജി സെക്ടർ എന്ന് പറയുന്നത് ഏറെക്കുറെ സ്ഥിരം തൊഴിലുകൾ കിട്ടുന്ന മേഖലയാണെങ്കിൽ റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറയുന്നത് പൂർണ്ണമായും കാഷ്വൽ ലേബേഴ്സ്, ഔട്ട്സോഴ്സ്ഡ് ലേബേഴ്സ് എന്ന രൂപത്തിലേക്ക് ഇൻഫോർമൽ ലേബേഴ്സ് ആയി മാറുന്ന ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതിനകത്തുള്ള വേജ് ഷെയർ എന്ന് പറയുന്ന സാധനം വളരെ വളരെ പരിമിതമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മളിപ്പം വേജ് ഷെയർ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പണൻ്റ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അത്തരമൊരു സാഹചര്യത്തിൽ അതിൽ വേജ് ഷെയറിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മൂന്ന്, ഈ വികേന്ദ്രീകൃതമായ ഊർജ്ജ സ്രോതസ്സുകൾ, പ്രത്യേകിച്ച് സോളാർ അല്ലെങ്കിൽ വിൻഡ് തുടങ്ങിയതൊക്കെ അതിൻ്റെ ഇൻ്റർമിറ്റൻസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന അധിക ചെലവുകൾ, കേവലമായി വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ചെലവുകൾ മാത്രമല്ല, ഇന്റർമിറ്റൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ ഗ്രിഡ് സ്റ്റെബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ വേണം അത് സംഭവിക്കാൻ. ഇപ്പൊ കേരളത്തിലെ നമ്മുടെ ഒരു ഭാവി വൈദ്യുതി മേഖല എങ്ങനെയായിരിക്കണം എന്നത് ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കാണേണ്ടതാണ്. നമ്മൾ അങ്ങനെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കൂടി വേണം. ഇപ്പൊ കേരളത്തിലെ മൊത്തം ഊർജ ഉപഭോഗത്തിന്റെ ഒരു പൊതുസ്ഥിതി നോക്കിയാൽ ആകെ നമ്മൾ ഇലക്ട്രിസിറ്റി യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 29,000-30,000 മില്യൺ യൂണിറ്റ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷത്തിന്റെ 1/5 മാത്രമാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം ഈ രണ്ട് ഗോ ഇലക്ട്രിക് എന്ന കൺസെപ്റ്റ് കൂടി വെച്ചുകൊണ്ട് വേണം നമ്മൾ കണക്കാക്കാൻ. ആ നിലയ്ക്കുള്ള ഒരു പരിശോധനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രേഖയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 2030 ആകുമ്പോഴേക്ക് ഒരു 55,000 ചെറിയ രൂപത്തിലുള്ള വിൻഡുണ്ട്, ജൈവോർജ്ജത്തിന്റെ സാധ്യതകളുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സോളാർ എനർജിയുടെ സാധ്യത വെച്ച് നോക്കുമ്പോൾ 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് കിട്ടുക. അപ്പം നമുക്ക് ആവശ്യമുള്ള പരമാവധി 10-500 മെഗാവാട്ടിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ തന്നെ നമുക്ക് അഡീഷണലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എനർജി എന്ന് പറയുന്നത് ഏകദേശം ഒരു മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വരുന്ന കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. 12,000-13,000 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയുക. നമ്മുടെ ആക്ച്വൽ പീക്ക് ഡിമാൻഡ് 10,000 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഈ 12,000 എവിടെ ഇവാക്യുവേറ്റ് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട്. കാരണം 5,000 മെഗാവാട്ടായി പരിമിതപ്പെടും എന്ന് നമ്മൾ കാണുന്നത്. 4,000-5,000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് 7,000-8,000 അല്ലെങ്കിൽ ഒരു 9,000 മില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റി മാത്രമാണ്. 25,000-ൽ 9,000 കഴിഞ്ഞ് വീണ്ടും ബാക്കി വരുന്ന 16,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി നമുക്ക് മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരും. അതായത് പുറത്തു നിന്നുള്ള വൈദ്യുതി വാങ്ങിക്കൊണ്ടുള്ള നമ്മുടെ ഈ മേഖലയിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല അത് ഹരിത ഊർജ്ജത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് മുറിച്ചു കടക്കുക? പെട്ടെന്ന് മുറിച്ചു കടക്കാൻ കഴിയില്ലെങ്കിലും 2040 അല്ലെങ്കിൽ 50 മുറിച്ചു കടക്കാൻ കഴിയണമെങ്കിൽ അതിന് പാരലായി ഉണ്ടാവേണ്ട കാര്യം വൈദ്യുതി ഉപഭോഗം, പകൽ സമയത്തെ വൈദ്യുതി ഉപയോഗം വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്നതാണ്. അത് വർദ്ധിപ്പിക്കുന്നത് നാച്ചുറലായ നമ്മൾ ഫ്ലാറ്റൻ ചെയ്തുകൊണ്ട് മാത്രം വർദ്ധിപ്പിക്കപ്പെടില്ല. അത് വർദ്ധിപ്പിക്കപ്പെടണമെങ്കിൽ സ്റ്റോറേജ് പദ്ധതികൾ ഉണ്ടായാലേ മതിയാവും. അവിടെയാണ് ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് അടക്കമുള്ള നിരവധി സ്റ്റോറേജ് പദ്ധതികൾ നിർബന്ധമായും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ട് 2040 ആകുമ്പോഴേക്ക് പമ്പ് ഇത്തരം സ്റ്റോറേജ് പദ്ധതികൾ തന്നെ ഒരു 7,000-8,000 മെഗാവാട്ടിലേക്ക് വർദ്ധിപ്പിക്കുക. ആ നിലയിൽ ആ സ്റ്റോറേജ് കേരളത്തിൽ വരുന്ന 4-5 വർഷത്തിൽ ഒരു 4,000-5,000 മെഗാവാട്ടോളം സോളാർ ഉൽപ്പാദിപ്പിക്കുക. അതിനപ്പുറത്തുള്ള സാധ്യതകൾ നമ്മുടെ വൺ ഗ്രിഡ് വൺ നേഷൻ എന്ന രൂപത്തിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ പൊതു സാധ്യതകൾ, അത് നമ്മുടെയും കൂടി സമ്പത്താണ്. ആ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഡിസ്പാച്ചബിൾ റിന്യൂവബിൾ എനർജി കിട്ടാവുന്നത് ആ നിലയിലും ആവശ്യം വേണ്ടി വന്നാൽ ഈ പറയുന്ന കോളടക്കമുള്ള നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയും കൂടി സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കുക എന്നതാണ് നമുക്ക് അവിടെ ചെയ്തു പോകാൻ കഴിയുക. ജൈവോർജ്ജം അടക്കമുള്ള ചില സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകൾ നമുക്ക് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. സ്റ്റോറേജ് രംഗത്ത് കടന്നു വരുന്നൊരു പുതിയ ടെക്നോളജിയാണ് ഹൈഡ്രജൻ. അപ്പം കേരളത്തിൽ ഹൈഡ്രജൻ വാലി പദ്ധതിക്ക് ഇപ്പം രൂപം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ഘട്ടേണ്ടതുണ്ട്. ഇതിനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് എന്ന രൂപത്തിൽ കൂടി കാണേണ്ടതുണ്ട്. എവിടെ സ്റ്റോർ ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു
ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ പരിമിതിയുണ്ട്. നിങ്ങൾ വൈദ്യുതി നിയന്ത്രണം എന്ന് പറയുന്നതിനകത്തും ചില എന്താ പറയുക ബിസിനസ് മോഡലുകളും അതിനനുസൃതമായി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം പഞ്ചായത്ത് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സംവിധാനങ്ങൾ പ്രാദേശിക സ്റ്റോറേജ് പദ്ധതികളെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് പോകേണ്ടി വരും. 10 മിനിറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ മേഖലകളൊക്കെ മൊത്തം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇതിൻ്റെയൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാകുക എന്നതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നതാണ്. നേരത്തെ അടുത്തത് ചർച്ചകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ചർച്ചയിലേക്ക് വരുന്നത് ഡോക്ടർ ആർ ഹരികുമാർ, ഡയറക്ടർ എനർജി മാനേജ്മെന്റ് സെന്റർ. ബഹുമാന്യങ്ങളിൽ നമുക്ക് പറയാനായിട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. പക്ഷേ സമയത്തിൻ്റെ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി, ഇന്നലെ മെനിഞ്ഞാന്നും ബോംബെയിലൊരു മീറ്റിങ്ങിൽ പോയിട്ടാണ് വരുന്നത്. അതിനെ അഡാപ്റ്റ് ചെയ്യുക എങ്ങനെയെന്നുള്ളതാണ്. ലഘൂകരണത്തെക്കാൾ കൂടുതൽ അഡാപ്റ്റേഷനെ കുറിച്ചിട്ടാണ്, എങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെയും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോഴും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ഫെഡറൽ സംവിധാനവും ഇലക്ട്രിസിറ്റി കൺകറൻറ്റ് ലിസ്റ്റിലാണെന്നൊക്കെ പറയാവുന്നതിൽ അപ്പുറം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്വാസി ഫെഡറൽ സംവിധാനം നമ്മുടെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറേയും കൂടി പിടിമുറുകും. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്തു പോയി കഴിഞ്ഞാൽ കുറേയും കൂടി എളുപ്പമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലും ഇപ്പം നമ്മൾ ഇലക്ഷന് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലും ഊർജത്തെ മറ്റു പല സംസ്ഥാനങ്ങളും നന്നായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കേണ്ട സ്ഥലത്തൊന്നല്ലാത്തുള്ള വിമർശനങ്ങൾ നമ്മളിപ്പം ഇപ്പോഴും ജനപക്ഷത്ത് കൂടുതൽ നിൽക്കുന്നു. 2040 100% റിന്യൂവബിൾ എനർജി, 2050 അത് വളരെ ബാലിശമാണ്, അത് നടക്കാത്തതാണ് എന്ന് തോന്നുകയാണെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ഞാൻ വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കും. എനിക്കത് തള്ളിക്കളയാനെന്ന് തോന്നുന്നത് വരെ കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 120 യൂണിറ്റ് വൈദ്യുതിയെങ്കിലും മാസം ഉപയോഗിക്കുന്ന ഒരാളിനെ അതിനെക്കുറിച്ച് പ്രസക്തി വരുന്നുള്ളൂ കാര്യമായിട്ട്. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ വലിയ പ്രസക്തിയില്ല. പക്ഷേ ആ സമൂഹത്തെ നമ്മൾ എങ്ങനെ നമ്മളെ ഹരിത ഊർജ വിപ്ലവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അവരെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നു, ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള നിലയിൽ അവരെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കെന്തോ KSEBയുടെ പിന്നെ ടാരിഫിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പരിധിയപ്പോഴത്തേക്ക് 0 to 40, 0 to 50, 0 to 100 അങ്ങനെ ഒരു റഫായിട്ടുള്ള ചില ഇൻഡിക്കേഷൻ ആയിരിക്കും പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ സ്റ്റാൻഡ് കറക്റ്റഡ് എന്നത് ഏതാണ്ട് 60-66 ലക്ഷം തോന്നും. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 2/3 വീടുകളും അതിനകത്ത് വരും, 2/3 പോപ്പുലേഷനും അതിനകത്ത് വരും. ഈ 60 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു 30% പീക്ക് ഡിമാൻഡുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോളാറിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പീക്ക് സമയത്ത് സോളാർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രപ്പോസൽ കൊണ്ട് ഒരു ഓപ്പെക്സ് മോഡലിൽ, കാരണം രവിരാമൻ സാർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാണ് പൈസ നമുക്ക് അനുവദിക്കുന്നു 8.5 നോക്കണം, ഏതാണ്ട് ഒരു 1400ഓളം വരും. അപ്പോൾ 1400 യൂണിറ്റ് കൊടുത്താലേ 1200 യൂണിറ്റ് ബാറ്ററി സ്റ്റോറേജിൻ്റെ അപ്പുറത്തുനിന്ന് ഈ പറയുന്ന വിഭാഗങ്ങൾ കൺസ്യൂം ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന പീക്ക് ലോഡ് സമയത്തുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 1400 ഇവിടെ ഇൻപുട്ട് കൊടുക്കണം. ഇപ്പോൾ 4000 യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, 4000-ൽ നിന്ന് 1200 ബാറ്ററി വഴി പോകുന്നു. അത് കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി അതിലൊന്നും ഞാൻ പോകുന്നില്ല, അതിലേക്കൊന്നും ഞാൻ ഇപ്പം വിശദമായിട്ട് സംസാരിക്കാനുള്ള സമയമില്ല. 4200 യൂണിറ്റ്, 2800-ഉം 1400, 4200 യൂണിറ്റ് ഗ്രീൻ എനർജി ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4200 ഗുണം 2 രൂപ 30 പൈസ ആണെങ്കിൽ അതുകൊണ്ട് 950 കോടി രൂപ വരും. 950 കോടി രൂപ ആ പൈസയ്ക്ക് ഈ ഓപ്പെക്സ് മാതൃകയിൽ ഇവർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 1200 മില്യൺ യൂണിറ്റ് 90 പൈസയ്ക്ക് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 100 കോടി രൂപ. ഇപ്പോൾ 950 100 എന്ന് പറയുമ്പോൾ 1050 കോടി രൂപ സ്റ്റേറ്റ് എക്സ്ചക്കറിലേക്ക് എന്ന് പറയുന്നതിന് പകരം എൻ്റെ പ്രപ്പോസൽ
1150 കോടി രൂപയാണെന്ന് തോന്നുന്നു ഈ 100 യൂണിറ്റ് വരെയുള്ള ആളുകൾക്ക് ഇന്ന് KSEB ക്രോസ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ KSEB കൊടുക്കുന്ന ക്രോസ് സബ്സിഡിയേക്കാൾ 50 കോടി കുറച്ചായി സമൃദ്ധി എന്നുള്ള ഒരു പ്രപ്പോസൽ വെച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. അടുത്തതായി പ്രിയമുള്ള ഓക്കെ 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, ഈ സെമിനാറിന് വേണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള, അവതരണത്തിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഊർജവും നഗരകാര്യവും ഇൻഫ്രാസ്ട്രക്ചറും സംബന്ധിച്ച വിഷയത്തിൻ്റെ കൺവീനർ എന്ന നിലയ്ക്ക് അന്ന് തയ്യാറാക്കിയ രേഖ വളരെ ആസ്പിറേഷണലായിരുന്നു. അതിനുശേഷമുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആസ്പിറേഷണൽ രേഖയിൽ പിന്നീട് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയാണ് നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ നിർദ്ദേശങ്ങൾ. ഇതൊക്കെ എക്കണോമിക്കലി വയബിൾ ആകുന്നതിന് വേണ്ടിയുള്ള സമയക്രമം ആസ്പിറേഷനിലാണ്, പക്ഷെ അത് മാറേണ്ടതാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി രൂപപ്പെടുത്താനുള്ളത്. ഇതാണ് ആദ്യമായി ആ രേഖ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയും പറയുന്ന 2 കാര്യങ്ങൾ, ആ രേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന്, അല്പം ഇംപ്ലിമെൻറ്റേഷൻ അത് ഡെമോക്രറ്റൈസേഴ്സ് ചെയ്യേണ്ടതുണ്ട്. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വിഭാഗത്തിലേക്ക് ഇന്ന് ഈ റിന്യൂവബിൾ എനർജിയുടെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്ന പ്രശ്നം. ഇന്നിപ്പോൾ നമ്മൾ PM സൂര്യഘറുണ്ട്, റൂഫ് ടോപ്പ് സോളാർ പദ്ധതികളുണ്ട്. ഇതെടുത്ത് നോക്കിയാൽ ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറികൾ എന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ ഇടത്തട്ടിന് മുകളിൽ നിൽക്കുന്ന ആളുകളാണ് ഇത് അവൈൽ ചെയ്യുന്നത്. ഈ സബ്സിഡി എത്തേണ്ടതുണ്ട്. അത് ഹരികുമാറിൻ്റെ ആർഗ്യുമെൻറ്റിനോട് 100% യോജിച്ചുകൊണ്ട് തന്നെ അത്രത്തോളം കോംപ്ലക്സ് ആകേണ്ടതില്ല അതിൻ്റെ സൊല്യൂഷൻ എന്നാണ് എങ്കിൽ എത്ര സോളാർ ഉൽപ്പാദനം വേണ്ടി വരും? 200 യൂണിറ്റ് സൗജന്യമായി നൽകണമെങ്കിൽ നമുക്കൊരു 2 കിലോവാട്ട് അവർക്ക് വേണ്ടി ഇയർമാർക്ക് ചെയ്യാൻ കഴിയുമോ? 2 കിലോവാട്ട് ഒരു വീടിന് എന്ന നിലയ്ക്ക് ഇയർമാർക്ക് ചെയ്താൽ ശരാശരി 240 യൂണിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി നൽകാൻ കഴിയും. ഒരു പഞ്ചായത്തിൽ 50 വീടുകൾക്ക് 200 യൂണിറ്റ് വെച്ച് സൗജന്യമായി നൽകാൻ നമുക്കൊരു 100 കിലോവാട്ടിൻ്റെ പ്ലാൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ വലിയ പ്രോജക്റ്റുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു 100 കിലോവാട്ട് പ്ലാന്റ് വെക്കാൻ എത്ര സെൻറ്റ് സ്ഥലം വേണം? ഒരു സ്കൂളിൻ്റെ റൂഫ് ടോപ്പ് മതിയാവും, അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ ആ വാർഡിലുള്ള ഒരു ആശുപത്രിയുടെ സ്ഥലം മതിയാവും, റൂഫ് ടോപ്പ് മതിയാവും. അതല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുണ്ടാവും, കൃഷിയോഗ്യം അല്ലാതെ കിടക്കുന്ന പ്രദേശങ്ങളുണ്ടാവും. ഇതൊരു പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ അവിടെ ഒരു 100 കിലോവാട്ടിൻ്റെ പ്ലാന്റ്, അതിനകത്തൊരു ബെനിഫിഷ്യൽ ഷെയർ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ലൈഫ് മിഷൻ വീട് വെക്കുന്നു, ബെനിഫിഷ്യൽ ഷെയർ ഉണ്ട്. ആ 100 കിലോവാട്ട് പ്ലാന്റ് കേന്ദ്രീകൃതമായി ഇവരുടെ പലരുടെയും പുരപ്പുറത്ത് സോളാർ പ്ലാന്റ് വെക്കാൻ തന്നെ കഴിയില്ല. കാരണം പലരുടെയും പുരപ്പുറം അതിന് യോഗ്യമായിരിക്കില്ല, പല കാരണങ്ങളാൽ ഷെയ്ഡ് ഉണ്ടാവും, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അവർക്കത് ആ ബെനിഫിറ്റ് എടുക്കാൻ കഴിയില്ല. അവരുടെ ഒരു ബെനിഫിഷ്യൽ ഷെയറോടുകൂടി പഞ്ചായത്തിലൊരു വാർഡിൽ ഒരു 100 കിലോവാട്ട് പ്ലാന്റ് വെച്ചാൽ ഒരു വാർഡിൽ 50 എന്ന നിലയ്ക്ക് 200 യൂണിറ്റ് സൗജന്യം ആയി നൽകുന്നു. അവരുടെ ഒരു ബെനിഫിഷ്യൽ ഷെയർ ഉണ്ട്. ബാക്കി പഞ്ചായത്തിൻ്റെ വിഹിതമാകാം, ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ വിഹിതമാകാം. ഇതിൽ വരുന്ന നിക്ഷേപം ഏതാണ്ട് ഒരു വർഷം 300 കോടി രൂപ 120 യൂണിറ്റ് താഴെയുള്ളവർക്ക് സൗജന്യ വൈദ്യുതി സബ്സിഡി അതിനകത്ത് കൊടുക്കാൻ നീക്കി വെക്കുന്ന തുകയുണ്ട്. അതിൽ നിന്നൊരു വിഹിതം നീക്കി വെക്കാം. മറ്റു പല സംസ്ഥാനങ്ങൾക്കും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആ സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത് പ്രായോഗികമാക്കാൻ കഴിയും. 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമാക്കണമെങ്കിൽ ഈ ഫിഗേഴ്സ് ഡബിൾ ആവും, അത്രയുമേ ഉള്ളൂ. അപ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ വിഭവമുണ്ട്, സ്ഥലമുണ്ട്. നമ്മുടെ വളരെ ഇതിനെ ജനകീയമായി മാറ്റുന്നതിനുള്ള, റിന്യൂവബിൾ എനർജിയുടെ വികസനം ജനകീയമായി മാറ്റുന്നതിനുള്ള ഒരു പരിപാടി ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച സൂചനകൾ ഭേദഗതികളും ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റോറേജ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, ഷോർട്ട് ഡ്യൂറേഷൻ. ഇപ്പോൾ പകുതി കഴിഞ്ഞ് നമ്മുടെ ഡിമാൻഡ് വർദ്ധിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. മാർച്ച്, ഏപ്രിൽ, മെയ് കഷ്ടിച്ചൊരു 90 മുതൽ 100 ദിവസമാണ് നമ്മുടെ വൈദ്യുതി ആവശ്യകത ഏറ്റവും കുതിച്ചുയർന്നിരിക്കുന്നത്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യമായാലും പകലത്തെ വൈദ്യുതി ആവശ്യമായാലും കുതിച്ചുയർന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഷോർട്ട് ഡ്യൂറേഷൻ സ്റ്റോറേജിന് ഈ ഈ ഹൈ ഡിമാൻഡ് പീരീഡിൽ നൽകാൻ കഴിയുന്ന പിന്തുണയാണ് അതിന് വൈകുന്നേരത്ത് നൽകാൻ കഴിയുന്നെങ്കിൽ വേനൽക്കാലത്തും ആ 250 മെഗാവാട്ടിൻ്റെ പിന്തുണയെ അതിന് നൽകാൻ കഴിയുള്ളൂ. വേനൽക്കാലത്ത് വേണ്ട പിന്തുണയോ
1000-ഓ 1500-ഓ മെഗാവാട്ടിൻ്റെ പിന്തുണയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ കോപ്പി ക്യാറ്റാണ് മറ്റ് പല സ്ഥലങ്ങളും ചെയ്യുന്നത്. കോപ്പി ചെയ്യുന്നതിൻ്റെ പരിമിതിയുണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോറേജ് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഏതാണ്ട് 4400 മില്യൺ യൂണിറ്റിൻ്റെ ഹൈഡ്രോ സ്റ്റോറേജ് ഉണ്ട്. ആ എന്താ, മഴക്കാലം നവംബറിൽ കഴിഞ്ഞു. നവംബർ മുതൽ ഫെബ്രുവരി വരെ നമ്മൾ ഈ സ്റ്റോറേജ് ഉപയോഗിച്ച് ഈ സ്റ്റോറേജ് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോറേജ് നമുക്ക് മാർച്ച് 1 ആവുമ്പം 4400 സ്റ്റോറേജും അതിനാവശ്യമായ നമ്മുടെ കയ്യിൽ ഇപ്പം ഹൈഡ്രോ മെഷീൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന 1700 മെഗാവാട്ടാണ്. 1700 മെഗാവാട്ടിൻ്റെ കൂട്ടത്തിൽ ഒരു 1500 മെഗാവാട്ട് മെഷീൻ കപ്പാസിറ്റിയും ഈ നമ്മൾ നവംബർ മുതൽ ഫെബ്രുവരി ഇതിനെ തിരിച്ചിറക്കുന്നില്ല. ഇപ്പോൾ പമ്പ് സ്റ്റോറേജ് സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? പകൽ പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റും, വൈകുന്നേരം തിരിച്ചിറക്കും. അതിന് പകരം പകലും അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ നമ്മൾ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഉപയോഗിച്ച മെഷീൻ ജനറേറ്ററായി കൂടി ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു 1500 മെഗാവാട്ട് കപ്പാസിറ്റിയും കാണും, ഇത്രയും എനർജി കൂടുതലുണ്ടാകും. ഇതൊരു ലോങ് ഡ്യൂറേഷൻ സ്റ്റോറേജ് സംവിധാനമാണ്, പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനമാണ്. പക്ഷേ അത് ദിവസവും പമ്പായിട്ടും ജനറേറ്ററായിട്ടും ദിവസവുമല്ല അത് ഓടുന്നത്. ചില സീസണിൽ അത് പമ്പായിട്ട് ഓടും, ചില സീസൺ. നന്ദി. അതുകൊണ്ട് ഈ തിരുത്ത് അനിവാര്യമാണെന്ന് കരുതിയുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും ഈ തീം പേപ്പറിൻ്റെ ആമുഖമായി പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളിലെക്കുറിച്ചും ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല. ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇതിൽ ഭാവി നിർദ്ദേശങ്ങളെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുപോയവയോ അല്ലെങ്കിൽ കൂടിച്ചേർക്കേണ്ടവയോ ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ വളരെ ചുരുങ്ങിയ സമയമുള്ളതുകൊണ്ടാണ് ആ ആമുഖം വിട്ട് കളയുന്നത്. ആ വിഷയങ്ങളെക്കുറിച്ച് മാത്രം പറയാം. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ രവിരാമൻ സാറ് പറയുകയുണ്ടായി, കേരളം 2017 ഒരു റവല്യൂഷൻ വിറ്റ്നസ് ചെയ്തു എന്നുള്ളത്. സമാന്തരമായി മറ്റൊരു വിപ്ലവം കൂടി കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു, സൗരോർജ്ജ വിപ്ലവം. നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തോളം കാര്യമായ രീതിയിൽ ഒരു കപ്പാസിറ്റി അഡീഷൻ നമ്മുടെ ഗ്രിഡിലുണ്ടായിരുന്നില്ല. ചെറിയ ചില മിനി പദ്ധതികളോ അങ്ങനെയുള്ള ചെറിയ കപ്പാസിറ്റി അല്ലാതെ ഒരു മേജർ കപ്പാസിറ്റി അഡീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെയാണ് ഈ മേഖലയിൽ നടന്നത്. ഇത് നടത്തിയത് ഒരു കോർപ്പറേറ്റ് ഭീമനോ അല്ലെങ്കിൽ ഒരു NGO അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നുമല്ല, ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയൊരു കാര്യമാണ്. പൂർണ്ണമായും ഇത് ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. 2000-ലേറെ മെഗാവാട്ടോളം സൗരോർജ്ജം കപ്പാസിറ്റി ഗ്രിഡിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ 10,000-ത്തിലധികം കോടി രൂപയുടെ നിക്ഷേപം അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് വന്നത്? നാം ഓരോരുത്തരും തന്നെയാണ് ഇത് ചെയ്തത്, നമ്മളിൽ ഓരോരുത്തരും ചെയ്തു. ഈ ഒരു ടെമ്പോ ആണ് ഇനി അടുത്ത വർഷങ്ങളിലേക്കും നമുക്ക് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം 3 പ്രധാന ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ഈ നെറ്റ് സീറോ, 100% RE എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് സൗരോർജ്ജം ഇത്ര, വിൻഡ് ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 2031 100 ഗിഗാവാട്ട് കാറ്റാടിപ്പാടങ്ങളിൽ നിന്നും, അതുപോലെ ന്യൂക്ലിയർ 2047 അത് വികസിത് ഭാരതിൻ്റെ ഇതുമായി അലൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സമയപരിധിയാണ്. അന്ന് 100 ഗിഗാവാട്ട്. അതുപോലെ സുപ്രധാനമായൊരു കാര്യമാണ് 2036 പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ. ഈ 3 വിഷയവും ലക്ഷ്യമിട്ടുകൊണ്ട് വേണം ഇനിയുള്ള നിക്ഷേപങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് ഒരു നവകേരള 10,000 മെഗാവാട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു നവകേരള സൃഷ്ടി 2031 വിഷൻ കേരള ഡോക്യുമെൻ്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് 10,000 മെഗാവാട്ട് പുനരുപയോഗ ഊർജം എന്നുള്ള ലക്ഷ്യം. അപ്പോൾ ഇപ്പം നിലവിൽ 2,000-2,400 എത്തി നിൽക്കുന്ന ഈ ഉപയോഗത്തിൽ ഇനി വീണ്ടും 10,000 ആകുമ്പോൾ എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും വേണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിലേക്കാണ് നമ്മളിനി ശ്രദ്ധ തിരിക്കേണ്ടത്. മറ്റ് പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങളോട് കൂടി ഇനി ഇത് ചേർത്ത് വായിക്കാം. ഫലപ്രദമായ വിപുലീകരണത്തിന് ഒരു ധാരാളം നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹരിസാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ
പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരു KEC/SBC 2026 റൂൾസ്, ഊർജ സംരക്ഷണ നിയമം നിർബന്ധമായും പുരപ്പുറ സോളാർ വഴി പാലിക്കപ്പെടണം എന്നുള്ളത്. ഇതിനു മുമ്പും ഇത് പുതിയതായിട്ട് വന്നതല്ല. ECBC ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ ചില നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വിജയിക്കാതെ പോയി. ഇത് സൗരോർജത്തിൻ്റെ ഇൻസ്റ്റലേഷൻ വിജയിച്ചത് റൂഫ് ടോപ്പിൽ മാത്രമാണ്. അവിടെ എന്തായിരുന്നു കാരണം? ഇൻസെൻറ്റിവൈസേഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ ജനങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യില്ലല്ലോ. സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഉദാരമായ ബാങ്ക് വായ്പകൾ, എല്ലാത്തിനും പുറമെ കറണ്ട് ചാർജിനുള്ള ഇളവുകൾ, കറണ്ട് ചാർജ് കുറയ്ക്കുക, ഇതുപോലെയുള്ള ഇൻസെൻറ്റിവൈസേഷൻ ആ മേഖലയിൽ നടന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു റൂളും അതിന് നിർബന്ധമായും, അത് ഇതിനു മുമ്പും പലരും, എനിക്ക് മുൻപേ ആൾക്കാരും ഇതിനു മുൻപുള്ള കോൺഗ്രസ്സിൽ പോലും സംസാരിച്ചതായിട്ടാണ് ഹരിസാർ എന്നോട് പറഞ്ഞത്. ഇത് നിർബന്ധമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങളും നിയമങ്ങളും ഡ്രോയിങ് റൂമിൽ അവസാനിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇൻസെൻറ്റിവൈസ് ചെയ്യുക, ഇതിനെ ഇമ്പോസ് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ ഇമ്പോസ് ചെയ്യുന്നില്ലല്ലോ, ഇതൊരു നിയമമാണ് എന്നുള്ള വാദഗതി ഉപേക്ഷിച്ച് ഇൻസെൻറ്റിവൈസ് ചെയ്യുക, എന്നാലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് രണ്ടും കൂടി സമന്വയിച്ച് പോയാലേ നമ്മളുടെ എനർജി ട്രാൻസിഷൻ, ഇറീന പറഞ്ഞിട്ടുണ്ട്, 2022 ഇറീന പുറത്തിറക്കിയ ഡോക്യുമെൻറ്റിൽ പറഞ്ഞത് 25% കാർബൺ എമിഷൻ റിഡക്ഷൻ സംഭവിക്കുന്നത് പുനരുപയോഗ അക്ഷയ മേഖലയിലും 25% എനർജി എഫിഷ്യൻസിയിലുമാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ടൊരു മേഖലയെ നമുക്ക് ഇൻസെൻറ്റിവൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കുറേ കൂടി പ്രായോഗികമായ നിലപാട് നമ്മൾ ഇനി വരുംകാല സർക്കാരുകൾ അത് ഏറ്റെടുക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊന്ന്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, വ്യാവസായികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണെങ്കിലും നമുക്ക് ധാരാളം പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണ് മാനുഫാക്ചറിങ് സെക്ടർ, റിന്യൂവബിൾ എനർജിയിലെ മാനുഫാക്ചറിങ് സെക്ടർ. ഇപ്പോൾ ധാരാളം പാർക്കുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മളൊരു റിന്യൂവബിൾ എനർജി പാർക്ക് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല? ഫോർ മാനുഫാക്ചറിങ് സർവീസസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അധികം അന്തരീക്ഷ മലിനീകരണമോ മറ്റ് ഇമ്പാക്റ്റ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ ഇത്തരം മോഡ്യൂൾ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ വിൻഡ് കോമ്പണൻറ്റ് മാനുഫാക്ചറിങ്, ബയോമാസ് മാനുഫാക്ചറിങ്, ഇതിനെല്ലാം ധാരാളം സാധ്യതയുള്ളൊരു മേഖലയാണ്. നമ്മൾ ഹൈഡ്രജൻ സംസാരിക്കുമ്പോൾ വാലി എന്നുള്ളതൊരു കേന്ദ്രീകൃത സമ്പ്രദായമാണ്. പക്ഷേ ഡീസെൻട്രലൈസ്ഡ്, വികേന്ദ്രീകൃതമായിട്ടുള്ള ഡീഹൈഡ്രജനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഇത്തനോൾ ബേസ്ഡ്, അതായിരിക്കും ഡീസെൻട്രലൈസ്ഡിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഹൈഡ്രജൻ നിർമ്മാണ രീതി. അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം സാധ്യതയുള്ളതാണ് ബയോ എത്തനോൾ ബേസ്ഡ് മെത്തനൈസേഷൻ, കൺവേർഷൻ ടു ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ദെൻ യൂസ് ഇൻ ഫ്യൂൽ സെൽസ്. ധാരാളം സാധ്യതയുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി നിർമ്മാണ മേഖലയിൽ റിന്യൂവബിൾ എനർജി പാർക്ക് സ്ഥാപിക്കുക എന്നുള്ളൊരാശയം ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കുകയാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ധാരാളമായി എല്ലാവരും സൂചിപ്പിക്കുന്നൊരു വിഷയമാണ്. ബാറ്ററി സിസ്റ്റം ഓപ്പറേറ്റർ എന്നൊരു വിഭാഗം യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. BSO, നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേറ്റർ പോലെ തന്നെ ബാറ്ററി സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് കേരളത്തിൽ പരീക്ഷിക്കാവുന്നൊരു, നമുക്കെല്ലാം VGF കൊണ്ടും കേന്ദ്രീകൃതമായിട്ടുള്ള BESS സംവിധാനം കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സൈഡിലുള്ള വിഷയങ്ങൾ, അതിന് BSO സ്ഥാപിക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ മോഡിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാനത് ഒരു വട്ടം ബഹുമാനപ്പെട്ട കമ്മീഷൻ എഴുതി കൊടുത്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ നോഡുകളിൽ ബാറ്ററി സിസ്റ്റം സ്ഥാപിക്കുക വഴി യൂട്ടിലിറ്റിക്കും പൊതുജനങ്ങൾക്കും, ഇതിൽ ഉപഭോക്താക്കളായിട്ടുള്ള ആ കൺസ്യൂമേഴ്സിനെ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു ബാറ്ററി സിസ്റ്റം ഓപ്പറേറ്റർ സിസ്റ്റം സ്ഥാപിച്ച് അതിൽ നിന്നുള്ള റെമ്യൂണറേഷൻ അവർക്ക് തന്നെ വീതം വയ്ക്കുക എന്നുള്ള ഒരു ജനകീയമായിട്ടുള്ളൊരു രീതി അവിടെ പിന്തുടരാം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ രീതിയിലുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാം മറ്റ് അവസരങ്ങളിൽ, സമയം ഉള്ള അവസരങ്ങളിൽ.
ഈ സ്റ്റോറേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പൊങ്ങി വരുന്ന ഒരു കാര്യമാണ് പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ എന്ന് പറയുന്നത്. ധാരാളം വർഷങ്ങളായിട്ട് ഞാൻ തന്നെ KSEBയുടെയും അല്ലാതെയും ആയിട്ടുള്ള പല സെമിനാറുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്കറിയാം 2026-27 സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി 6 DPRകൾക്ക് പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോയുടെ 6 DPRകൾക്ക് കൺകറൻസ് കൊടുത്തിട്ടുണ്ട്. 7 ഗിഗാവാട്ടോളം 7000 മെഗാവാട്ടോളം. ഇത് കൊടുത്തിരിക്കുന്നത് 2 കർണാടകയും മറ്റ് ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ്. ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഏറ്റവും അധികം ജലസ്രോതസ്സുകളുള്ള കേരളം എൻ്റെ പമ്പ്ഡ് സ്റ്റോറേജിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 2027 പരിഗണനയ്ക്ക് 13 DPR ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സദസ്സിലാർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഇതിന് ശേഷം നമുക്ക് പങ്കുവയ്ക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞു വന്നത് ഒരു DPR പോലും അംഗീകരിക്കാത്ത ഇന്നിലയ്ക്ക് ഇത് എപ്പോഴാണിത് സാധ്യമാകുക? അതൊരു നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റിപ്പോർട്ടുകൾ, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ പറ്റാവുന്ന രീതിയിൽ സ്ഥാപിക്കുക. മറ്റൊന്ന്, നമ്മുടെ ഈ മേഖലയിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഇത് ഡിമാൻഡ് സൈഡിൽ നിന്നുള്ള ഒരു 10 മിനിറ്റ് ശരി, ഒരു പോയിന്റും കൂടെ പറഞ്ഞു. 2026-27 KSEBയുടെ അപ്രൂവ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അത് ഞാൻ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് BESSന് 170 കോടി, പമ്പ്ഡ് സ്റ്റോറേജ് DPR ഉണ്ടാക്കാൻ 17 കോടി. DPR ഉണ്ടാക്കിയിട്ടില്ല എന്ന് വ്യക്തമാണല്ലോ. പിന്നെ റിന്യൂവബിൾ ജനറേഷൻ, അത് സ്മോൾ ഹൈഡ്രോ മാരിപ്പുഴ, പെരിങ്ങൽകൂത്ത്, ഇത് രണ്ടിനും കൂടെ ചേർത്ത് 30 കോടി. ജനറൽ റിന്യൂവബിൾ എനർജി വളരെ സാഡായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്, വെറും 3.6 കോടി. ഇതാണ് ബോർഡിൻ്റെ ക്യാപിറ്റൽ പ്ലാൻ. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ 52 കോടി. ഇതിനെല്ലാം പുറമെ ഗ്രിഡ് റീസ്ട്രക്ചറിങ് ഒരു 598 കോടി രൂപയുണ്ട്. പക്ഷേ അതിൽ കൂടുതലും വായിച്ചു നോക്കിയാൽ അത് ട്രാൻസ്ഗ്രിഡ് 2മായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും റിന്യൂവബിൾ എനർജിയുടെ താങ്ങായിട്ട് പറയാൻ സാധിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 871 കോടിയാണ്. ഔട്ട് ഓഫ് ടോട്ടൽ പ്ലാൻഡ് 6478. ഇത് എത്തി നിൽക്കുന്നത് വെറും 13%. 13% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ക്യാൻ വി മീറ്റ് 10,000 മെഗാവാട്ട് ബൈ 2030? It is next to impossible. You need to increase your capital investment at least by 30-35%. ഇതാണ് ഇതിൻ്റെ ഒരു കണക്കുകൾ. ധാരാളം പോയിന്റുകളുണ്ട്. പുറയിൽ നിന്നുള്ള സൂചന കാരണം ഞാൻ നിർത്തുകയാണ്. നമസ്കാരം. നന്ദി സാർ. അടുത്തതായി സംസാരിക്കുന്നത് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CI2വിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ S. ഹരിലാൽ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കാലികമായി പ്രസക്തമായ ഒരു വിഷയത്തെ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഊർജ്ജ സ്വയം പര്യാപ്തത കേരളം കൈവരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യമായി കണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ നമ്മളിപ്പോഴും വൈദ്യുതിയുടെ 70% ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില പോയിൻ്റ് ബേസ് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം, നമ്മൾ നയം രൂപപ്പെടുത്തുമ്പോൾ, ഊർജ്ജ നയം രൂപപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാട് രഘുരാമൻ സാറ് പറഞ്ഞിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സംഗതി, കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ നയിച്ച വിഷൻ 2031 എന്നുള്ളതിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു ഇത് നിയന്ത്രിച്ചിരുന്നതും നയിച്ചതും രഘുരാമൻ സാറായിരുന്നു. ഇന്ന് ഇതിൽ സംസാരിക്കുമ്പോഴും പൊതുമേഖലയും തൊഴിലാളിയോടുമുള്ള ആ ഒരു ഹൃദയബന്ധം പ്ലാനിംഗ് വകുപ്പിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായി ഇരുന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചുമതലക്കാരനായി ഇരുന്നുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിക്കപ്പെടുമ്പോൾ വളരെ ഏറെ സന്തോഷം തോന്നിയ സന്ദർഭമാണ്. നമ്മളൊരു സൂക്ഷ്മതലത്തിലേക്ക് അക്കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഇപ്പോൾ ലോകത്താകമാനമുള്ള വൈദ്യുത വിതരണവും പ്രത്യേകിച്ച് എനർജി ട്രാൻസിഷൻ, ഊർജ്ജ പരിവർത്തനം, ഈ പറഞ്ഞതുപോലെ ഹരിതോർജ്ജം മൊത്തം സ്വകാര്യ മേഖലയിട്ട് പോകുമ്പോൾ കേരളം വേറിട്ടൊരു നിലയെടുത്ത് നിൽക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും കേരളവും സൂക്ഷ്മമായ ഈ പുതിയ പ്രവണതകൾ കടന്നു വരാതെ കണ്ട് തന്നെ ബദൽ രൂപപ്പെടുത്തുന്നതിന് ഇന്നത്തെ ചർച്ചയും പ്ലാനിംഗ് വിഭാഗത്തിൻ്റെയൊക്കെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
എങ്ങനെയാണ് സോഴ്സുകൾ എന്നുള്ളത് ഇതിനകം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. പോയിന്റ് വൈസ് ഇവിടെ സോഴ്സുകളെക്കുറിച്ച് ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ഇതെങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതാണ്. ഹൈഡ്രജൻ അടക്കമുള്ള പുതിയ സോഴ്സിനെക്കുറിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സെമിനാറുകളും മറ്റൊക്കെ നടത്താൻ പോവുകയുമാണ്. ആ നിലയിൽ സോഴ്സിൻ്റെ അഭാവമല്ല, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ തോത് തീരുമാനിക്കുന്ന പാരാമീറ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതി ഉപഭോഗം തന്നെയാണല്ലോ. ആ നിലയിൽ ഇൻഡസ്ട്രി ബേസ് അല്ല പറയുന്നത്. അല്ലാതെ നോക്കിയാൽ കേരളം ആ നിലയിൽ ഉയർന്നൊരു ഉപഭോഗ സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻഡസ്ട്രിയിൽ നമ്മൾ പുറകിലുമാണ്. ആ നിലയിൽ ഇത് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഈ ഗവൺമെൻറ്റിന് കീഴിൽ ഒരു സംവിധാനം രൂപപ്പെടേണ്ടതുണ്ട്. നിയതമായ ഒരു സംവിധാനം. അതാണ് ഈ ഇവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പോയിൻ്റായിട്ട് ഞാൻ കാണുന്നു. അതായത് പമ്പ്ഡ് സ്റ്റോറേജ് പിന്നെ സോളാർ എനർജിയുമായി ലിങ്ക് ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം എങ്ങനെ, അത് താലൂക്ക് ബേസിലോ ഡിസ്ട്രിക്ട് ബേസിലോ എത്ര സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള BSS ആണ് സ്ഥാപിക്കാൻ കഴിയുക, അവിടുത്തെ ഡിമാൻഡുമായി അത് താരതമ്യം ചെയ്യുക. ഇത്തരം ഒരു സംവിധാനം നമ്മളൊരു നെറ്റ്വർക്ക് സംവിധാനത്തിന് തുല്യമായി തന്നെ നമ്മുടെ ഗ്രിഡുമായി കണക്ട് ചെയ്യുന്നതിന് മുന്നേ എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനും ഈ വരുന്ന സോളാർ ഉൽപ്പാദനവുമായി ലിങ്ക് ചെയ്ത് നമുക്ക് ചർച്ച ചെയ്യുകയും അതിനൊരു വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കുകയും വേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, മറ്റ് സോഴ്സുകളുടെ പ്രശ്നം. ഇപ്പം നമ്മളിവിടെ ഹൈഡൽ പ്രോജക്റ്റുകൾ തള്ളിക്കളഞ്ഞ രൂപമാണ് കേരളത്തിൽ കാണുന്നത്. പരിസ്ഥിതി മൗലികവാദം ഒരു ഘടകമാണെന്ന കാര്യത്തിൽ നിഷേധിക്കുന്നില്ല. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ ഉയർന്ന ബോധത്തിലേക്ക് വരുമ്പോൾ എനർജി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഭക്ഷണമില്ലെങ്കിലും കഴിയും, എനർജി ഇല്ലാതെ കഴിയില്ല, ആ ഒരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ പരിസ്ഥിതി ആഘാതം കുറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്ന ജലത്തെ എങ്ങനെ വൈദ്യുതി കൂടെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ടും ഇടയ്ക്കുണ്ടാകുന്ന പ്രളയത്തെ ഒഴിവാക്കിക്കൊണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നൊരു ക്യാമ്പയിൻ ഗവൺമെൻറ് തന്നെ ഈ ഊർജ്ജ വിഭാഗത്തിൻ്റെ രൂപത്തിൽ വിഭാവന ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നമ്മൾ സെമിനാറുകളിൽ അഭിപ്രായം പറയും, അവിടെ കളയും. സംഘടനകളുടെ വിഷയമെടുക്കും, അവിടെ കളയും. അതിനപ്പുറത്ത് ഇതെങ്ങനെ സാധ്യമാകാം, അതിലൂടെ രണ്ട് ബൈ പ്രോഡക്റ്റ് വരികയാണ്. എന്താണ്? പ്രളയം ഒഴിവാകും അണക്കെട്ടുകൾ വരുമ്പോൾ. രണ്ട്, ജലത്തിൻ്റെ ലഭ്യത, ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താം. ഇതെല്ലാം നിൽക്കുകയാണ്. കൃഷിയെ സഹായിക്കാം. ഇതെല്ലാം നിൽക്കുകയാണ്. അതടക്കമുള്ള കാര്യത്തിൽ നമ്മൾ രണ്ടാമതൊരു സംഗതി അതിനകത്ത് എടുക്കേണ്ടതുണ്ട്. മൂന്ന്, നാം പറയുമ്പോൾ ഈ നെറ്റ്വർക്ക് അടക്കം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളെ അടക്കം കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ അറിഞ്ഞോ അറിയാതോ എങ്കിലും റെഗുലേറ്ററി അതോറിറ്റി ആണെങ്കിലും ഗവൺമെൻറ് സംവിധാനമാണെങ്കിലും നമ്മളിപ്പോൾ ഈ പറയുന്ന അദ്ദേഹം ലെനിൻ്റെ കോട്ട് ചെയ്ത് പറഞ്ഞ പോലെ ബദലായി കാര്യങ്ങളെ കണ്ടു ചെയ്യുന്നെങ്കിലും ഈ നമ്മളെ ആകെ ലോകത്തെ ഈ പുതിയ വ്യവസ്ഥിതി, ലോകത്തെ ആഗോളീകരണ സംവിധാനം, അവിടെ നടക്കുന്ന പ്രവണതകൾ അതൊക്കെ നമ്മളെ അറിയാതെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മളേവരും നടത്തേണ്ടതുണ്ട്. നമ്മളേവരും അത് നമ്മൾ പോലും അറിയാതെ നമ്മളതിലേക്ക് അന്തർലീനമായി ലയിച്ചു പോകുന്നുണ്ടോ എന്നൊരു പരിശോധന കൂടെ നടത്തേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തെ പോയിൻ്റായി പറയാനുള്ളത്, ഇതാകെ തന്നെ ആർക്ക് വേണ്ടിയാണ്? ജനതയ്ക്ക് വേണ്ടിയാണ്. ജനതയ്ക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? അത് അഫോർഡബിളായി ചെയ്യാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇടതടവില്ലാതെ കൊടുക്കാൻ കഴിയണം. നമ്മളിപ്പോൾ ഏകദേശം അക്കാര്യത്തിൽ ഈ ഏകദേശം ഒരു ശരാശരി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇതെത്രത്തോളം നമുക്ക് ജനകീയവൽക്കരിച്ച് ജനകീയ ഊർജ്ജ നയം എന്ന നിലയിൽ കൂടുതൽ നമ്മൾ ജനകീയാസൂത്രണം നടത്തിയതുപോലെ, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയതുപോലെ കൂടുതൽ ഡീപ്പായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് അത് സംബന്ധിച്ചും രൂപരേഖ തയ്യാറാക്കി നമുക്ക് പോകാൻ കഴിയണം. സോഴ്സിൻ്റെ അഭാവമല്ല, നമ്മുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഇവിടെ എനർജി സോഴ്സസിൻ്റെ ലഭ്യതക്കുറവല്ല, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ പമ്പ്ഡ് സ്റ്റോറേജ് തന്നെ നമ്മൾ KSEBയിലെ ജീവനക്കാരായിരുന്നു ആണല്ലോ, ഞാനിപ്പോൾ റിട്ടയർ ചെയ്തെങ്കിലും. അപ്പോൾ ഈ പമ്പ്ഡ് സ്റ്റോറേജ് നമ്മൾ പ്രാവർത്തികമാക്കാൻ ചിന്തിക്കാൻ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഒന്നും അഭാവമല്ല, ഇത് പ്രാവർത്തികമാക്കുന്നത് ടൈം ബേസ്ഡ് ഷെഡ്യൂൾ ഉണ്ടാക്കി ഞാൻ ഈ 2-3 പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഊന്നി നിന്ന് കൂടെ ഈ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സംവാദത്തിലുള്ള ഇടപെടൽ അവസാനിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിനായി KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഇ മനോജിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ
പാനലിസ്റ്റുകൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ നമുക്ക് ഡിസ്കഷൻ പേപ്പർ ആയിട്ട് തന്നിട്ടുള്ള പേപ്പറിലുള്ള വിഷയങ്ങളും അതോടൊപ്പം ഇവിടെ പാനലിസ്റ്റുകൾ അവതരിപ്പിച്ച കാര്യങ്ങളും പൊതുവിൽ നമുക്കതിൽ വിയോജിപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ആശയം എന്നുള്ള രൂപത്തിൽ നമുക്കത് അംഗീകരിക്കാമെന്നാണ് തോന്നുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പല്ലും നഖവും നമ്മുടെ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതിരോധം എപ്പോഴും പല്ലും നഖവും ഉപയോഗിച്ചാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ പല്ലും നഖവും കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാഥമികമായി നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കേരള മോഡൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരള മോഡൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ കേരള മോഡൽ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും ഇനിയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ, ആ ഒരു ചോദ്യം ഉയരണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം അതിൽ പ്രധാനം സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു അപകടം ഇവിടെ സൂചിപ്പിച്ചു. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ എം ജി സുരേഷ് കുമാറും പുതുതായിട്ട് വരുന്ന റിന്യൂവബിൾ എനർജിയിൽ പൊതുമേഖലയുടെ പങ്ക് വളരെ കുറവാണ്, സ്വകാര്യ മേഖലയാണ് കൂടുതൽ കടന്നു വരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അവിടെ പ്രത്യേകിച്ച് നിയമനിർമ്മാണമൊന്നും നടന്നതിൻ്റെ ഭാഗമായിട്ടല്ല, നിയമനിർമ്മാണമൊന്നും നടക്കാതെ തന്നെ പുതുതായിട്ടുണ്ടാകുന്ന റിന്യൂവബിൾ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്കാണ് കൂടുതൽ പങ്ക് വഹിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പ്രദീപ് സാറും ഹരികുമാർ സാറും അവതരിപ്പിച്ചപ്പോൾ ചില മോഡലുകൾ പറഞ്ഞു. ആ മോഡലുകൾ ജനകീയ മോഡലുകളാവണമെന്നും അത് പൊതുമേഖലയിൽ കൊണ്ടുവരിക വഴി നമുക്ക് പൊതുമേഖലയുടെ ഒരു പ്രാമുഖ്യം നിലനിർത്തി പോകാൻ കഴിയുമെന്നുള്ള സൂചന അതിലുണ്ട്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരള മോഡൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അതിനെ കൂടുതൽ സംരക്ഷിക്കുന്നതിനും സഹായകരമായ രീതിയിൽ നമ്മുടെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയണം. ഇപ്പോൾ ഊർജ്ജ മേഖലയിൽ അല്ലെങ്കിൽ വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം KSEB ലിമിറ്റഡാണ്. KSEB ലിമിറ്റഡ്, ഇപ്പോൾ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ, പിന്നെ നമ്മുടെ അനർട്ട്, അങ്ങനെ ധാരാളം നമ്മുടെ ഇൻസ്പെക്ടറേറ്റ്, അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളെ രാജ്യത്തെ യൂണിയൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സ്വകാര്യവൽക്കരണ നയ സമീപനങ്ങളെയും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പോളിസി മാറ്റങ്ങളെയും മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കത്തക്ക രൂപത്തിൽ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഹരിലാൽ ഏറ്റവും അവസാനം സൂചിപ്പിച്ചു പമ്പ്ഡ് സ്റ്റോറേജ് നമ്മൾ കുറേ കാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിന് നമുക്കൊരു നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? പേപ്പർ റിപ്പോർട്ടുകൾ മാത്രമാണ്. അങ്ങനെ റിപ്പോർട്ടുകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കേരള ബദൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ആക്ഷൻ പ്രധാനമാണ്. ആ ആക്ഷന് തടസ്സമായി നിൽക്കുന്നത് ചില ലതാർജിയും ചില എന്തെങ്കിലും ചില സാമ്പ്രദായികമായ രീതികളുമൊക്കെ ആണെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ഈ സ്ഥാപനങ്ങളെയെല്ലാം കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് ഈ വെല്ലുവിളിയെ നേരിടാൻ കഴിയുള്ളൂ. സ്വകാര്യ മൂലധനം കടന്നു വരുന്നത് എപ്പോഴും പൊതുമേഖലയെ അല്ലെങ്കിൽ പൊതുമേഖലയുടെ എന്തെങ്കിലും വീഴ്ച കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പൊതുമേഖലയ്ക്ക് ചെയ്യാൻ കഴിയാത്തതല്ല, ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ശേഷി ഉപയോഗിക്കാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് സ്വകാര്യ മേഖല കടന്നു വരുന്നത്. ഇന്നത് വളരെ പ്രധാനമാണ്. കാരണം മുൻകാലങ്ങളേക്കാൾ ഉപരിയായി ഓരോ ചെറിയ ഗ്യാപ്പും സ്വകാര്യ മൂലധനം നോക്കി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഗ്യാപ്പ് നൽകാതിരിക്കുക എന്നുള്ളത് പൊതുമേഖലയുടെ കടമയാണ്. അങ്ങനെ കടമ നമുക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ആ രൂപത്തിൽ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ സ്ഥാപനങ്ങളെ റീഓറിയൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പറഞ്ഞ വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഒരു കോർഡിനേഷനാണ്. എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ അവർ കുറേ, അങ്ങനെ അനർട്ട് വേറെ. ഇപ്പം റെഗുലേറ്ററി കമ്മീഷൻ സത്യത്തിൽ ഇതിൽ വരുന്നതല്ല, കാരണം ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള അപ്പർ ബോഡിയാണ് എങ്കിൽ പോലും ആത്യന്തികമായി ഈ സ്ഥാപനങ്ങളൊക്കെ എന്തിനാ? റെഗുലേറ്ററി കമ്മീഷനും നമ്മുടെ പൊതുജനങ്ങളുടെ പുരോഗതിക്കും കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും തന്നെയാണ്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയണം. KSE ബോർഡും എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററും പിന്നെ ഇൻസ്പെക്ടറേറ്റും അനർട്ടും അതുപോലെ മറ്റു സ്ഥാപനങ്ങളും തമ്മിൽ ഒരു കൃത്യമായ കോർഡിനേഷൻ ഉണ്ടാവുകയും നമുക്കൊരു കമ്പൈൻഡ് വിഷൻ ഡോക്യുമെൻ്റ് വേണം.
ആ കമ്പൈൻഡ് വിഷൻ ഡോക്യുമെൻ്റ് ഞാൻ കമ്മീഷൻ എന്ന് പറയാതിരുന്നത് ശരിയല്ല, പക്ഷേ എങ്കിലും കമ്മീഷനും അതിലെന്ത് വേണം, അതിൽ ഒരു പങ്ക് വഹിക്കണം. ആ കമ്പൈൻഡ് വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിൽ ഒരു തർക്കം ഉണ്ടാവരുത്. ഒരു നമ്മളൊരു പെറ്റീഷൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ പെറ്റീഷൻ നമുക്ക്, കാരണം ആസ് എ ഹോൾ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രൂപത്തിൽ ഈ നമ്മുടെ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിഭാഗങ്ങൾ, വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദലുകളിൽ ഏറ്റവും ധാരാളം ബദലുണ്ട്. കേരളം ലോകത്തിനാകെ മാതൃകയാവുന്നുണ്ട്. ലോകത്തിന് മുമ്പിൽ സൃഷ്ടിക്കുന്ന ധാരാളം ബദലുകളുണ്ട്. ആ ബദലുകളിൽ ഒരു പ്രധാനപ്പെട്ട ബദലാണ് വൈദ്യുതി മേഖലയിലുള്ള ബദൽ. അപ്പോൾ ഈ വൈദ്യുതി മേഖലയിലുണ്ടാകുന്ന ഈ ബദൽ അതിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നത് കൃത്യമായ ആശയ ദൃഢതയുള്ള പ്രസ്ഥാനങ്ങളായിരിക്കണം. അല്ലാതെ വലതുപക്ഷത്താണോ ഇടതുപക്ഷത്താണോ എന്ന് സംശയമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വകുപ്പിന് നേതൃത്വം നൽകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബദലിനെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും സഹായകമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പഠന കോൺഗ്രസ് അക്കാര്യം ചർച്ച ചെയ്യണം. കൃത്യമായ ദൃഢതയുള്ള ആശയ ദൃഢതയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെ, കാരണം ഇത് നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ട കാര്യമാണ്. കേരള ബദൽ എന്നുള്ളത് രാജ്യത്താകെ എന്ത് ചെയ്യേണ്ടതാണ്, രാജ്യത്താകെ പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പിന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേരളം പോലെ ആവണമെന്നുള്ളത്. അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി ഒരു ലോകോത്തര മാതൃകയാക്കി മാറ്റണമെങ്കിൽ ആശയ ദൃഢതയുള്ള പ്രസ്ഥാനങ്ങൾ അതിന് ലീഡർഷിപ്പ് നൽകണം. അത് മാറ്റിവെക്കരുത് എന്നുള്ളതാണ് പഠന കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രൂപത്തിൽ ഉരുത്തിരിഞ്ഞ് വരണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം പുതിയ വൈദ്യുതി നിയമവും ഭേദഗതികളും ഒക്കെ നമുക്ക് ധാരാളം വാതിലുകൾ തുറന്നു തരുന്നുണ്ട്. അത് കേരളത്തിൻ്റെ അകത്ത് ഒതുങ്ങാനൊന്നുമല്ല, നമുക്ക് കേരളത്തിന് പുറത്ത് പോവാം. അത് കേരളത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തര ശേഷി അല്ലെങ്കിൽ കേരളത്തിൻ്റെ അകത്തുള്ള നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യുക എന്നതിൻ്റെ ഉപരിയായിട്ട് സ്ഥാപനം എന്നുള്ള രൂപത്തിലും സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത എന്നുള്ള രൂപത്തിലും മാത്രമല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ മാതൃക രാജ്യത്താകെ പ്രചരിപ്പിക്കുന്നതിന് സഹായകമാണ്. ഇപ്പോൾ സ്മാർട്ട് മീറ്റർ നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് 50 ലക്ഷം. ഈ സ്മാർട്ട് മീറ്റർ നമുക്ക് രാജ്യത്തിൻ്റെ മറ്റു മേഖലകളിൽ നമുക്ക് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തൂടെ? അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരള മോഡൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായകമാവും. അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് പകരം കേരളത്തിൻ്റെ പുറത്തും ഉള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും നമ്മുടെ ബദലുകൾ രാജ്യത്താകെ വ്യാപിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും അതും കൂടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ഫ്ലെക്സിബിളായ മോഡലുകൾ വേണം. ഇപ്പോൾ സ്വകാര്യ മൂലധനം കടന്നു വരുന്നത് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ സ്വകാര്യ മൂലധനത്തിൻ്റെ വേഗതയിൽ അവർ തിങ്ക് ചെയ്യുന്ന അതേ വേഗതയിൽ അല്ലെങ്കിൽ അതിനേക്കാളും ഉപരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുമുള്ള ബിസിനസ് മോഡലുകൾ സൃഷ്ടിക്കാനും, അങ്ങനെ സൃഷ്ടിക്കുന്നതിന് ഫ്ലെക്സിബിലിറ്റി വേണം. അത് തീരുമാനം എടുക്കണമെങ്കിൽ ദീർഘകാലം 6 മാസം അത് പാടില്ല. അപ്പോൾ അതൊക്കെ ആ ലെതർജിയും അത്തരത്തിലുള്ള റെഡ് ടൈപ്പീസും ഒക്കെ മാറിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വൈദ്യുതി മേഖലയ്ക്ക് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ബദൽ എന്നുള്ളത് ശക്തിപ്പെടുത്താനും മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞ ബാക്കി കാര്യങ്ങളോടൊക്കെ യോജിക്കുന്നുണ്ട്. മറ്റേ ഒന്നും കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ഇതുകൂടി കൂട്ടിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാനലിസ്റ്റുകളുടെ ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സെമിനാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമാണ്. നമുക്ക് ഒരു 15 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയ്ക്കുള്ള സമയമാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. 2-3 വാചകങ്ങളിൽ പറയാൻ കഴിയുന്ന വിധത്തിൽ അത് പറയുകയും പറയാൻ കഴിയാത്ത ആളുകൾ അത് കുറിപ്പായി നൽകുകയും ചെയ്യണം എന്നതാണ് ഈ സെമിനാറിനകത്ത് പൊതുവെ തന്നിട്ടുള്ള നിർദ്ദേശം. അത് പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കാനുള്ളവർക്ക് കടന്നു വരാം. നമസ്കാരം. നമ്മുടെ സർക്കുലേറ്ററി ഡോക്യുമെൻറ്റിൽ 2040 100% റിന്യൂവബിൾ എനർജിയും 2050 മിഷനും എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു പ്രശ്നം,
അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ, ഒന്ന് ഇപ്പോൾ വിഴിഞ്ഞം പ്രൊജക്റ്റ് നമുക്ക് ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുന്നുണ്ട്. അതുപോലെ ഡേറ്റാ സെന്റേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ രാജ്യത്തുടനീളം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വാട്ടറിന്റെ അവൈലബിലിറ്റി അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തന്നെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അത് നമുക്ക് ആലോചിക്കാവുന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പ്രശ്നം വരുന്നത് എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വൈദ്യുതിയുടെ ആവശ്യകത വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള വൈദ്യുതി ഏകദേശം നമുക്കൊരു 6000 മെഗാവാട്ട് എന്നുള്ള നിലയിലാണ് നമുക്ക് ആവശ്യം വരുന്നതെങ്കിൽ അതിനെ ഒഴിച്ചു നിർത്തി ഉള്ള നിലയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു പരിശോധന നടത്തണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എവറി ഹൗസ് ആസ് എ പവർ ഹൗസ് എന്നുള്ള നിലയിൽ നമുക്കൊരു സംവിധാനം കൊണ്ടുവരാനായിട്ട് പറ്റണം. അത് പ്രായോഗികമായിട്ട് ഇവിടെ എല്ലാ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾക്ക് അതിനകത്ത് ലാഭമുണ്ടോ, 100 യൂണിറ്റിൽ താഴെയാണോ എന്നുള്ളതിലുപരിയായി അതൊരു കൾച്ചറായി മാറ്റിയെടുത്താൽ കേരളത്തിലെ ഇടത്തട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അതിന് മുകളിലേക്കുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകൾ സമ്പൂർണ്ണമായി അവർക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇവിടെ സോഴ്സ് എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെയും റിന്യൂവബിൾ എനർജി പ്ലസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ള രീതിയിൽ സമ്പൂർണ്ണമായി ആ വീടുകളെ നമുക്ക് കൺവെർട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു കൾച്ചറിലേക്ക്, ഒരു കൾച്ചറൽ ഷിഫ്റ്റ് എന്നുള്ള രീതിയിലേക്കും കൂടെ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജനകീയ ആസൂത്രണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതിയുടെ ജനാധിപത്യവൽക്കരണമാണ്. അതിൽ കമ്മ്യൂണിറ്റി സോളാർ പ്ലാന്റുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റിന് വലിയ ഊന്നൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് BPL കൺസ്യൂമേഴ്സ് അടങ്ങുന്നത്. ഇപ്പോൾ 100 യൂണിറ്റിൽ താഴെ എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ വന്നു ചേരുന്ന സാധ്യതയുണ്ട്. അങ്ങനെ പോകേണ്ടതില്ല. LSTDയും KSCBയും ചേർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ ഡ്രൈവ് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുവരണം. BPL കൺസ്യൂമേഴ്സിന് ഓരോ പഞ്ചായത്തിലെയും BPL കൺസ്യൂമേഴ്സിന് നൽകാവുന്ന വൈദ്യുതി അവിടെ നൽകി പോകാനായിട്ട് നമുക്ക് സാധിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിന്യൂവബിൾ എനർജി പ്ലസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അവിടെ ആലോചിക്കാവുന്നതാണ്. അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന യൂണിറ്റ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ 6000 മെഗാവാട്ട് ആണെങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ 2040-2050 കൂടി അത് 60000 മെഗാവാട്ട് വരെ വർദ്ധിക്കുന്നതിനുള്ള കപ്പാസിറ്റി ഉള്ള സംസ്ഥാനമാണ് കേരളം. അത് ഞാൻ ഇത്തിരി കടത്തി പറഞ്ഞെങ്കിൽ പോലും ആ നിലയിൽ പോലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നും കൂടെ കൂട്ടിച്ചേർക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ആദ്യം അവരുടെ പേരും ഡെസ്റ്റിനേഷൻ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹലോ, മൈസെൽഫ് സഹദേവൻ, ഒരു സീനിയർ സിറ്റിസണാണ്, റിട്ടയർഡ്. എൻ്റെ വളരെ ഒറ്റവാക്കലുള്ള ചോദ്യമുള്ളൂ, ന്യൂക്ലിയർ എനർജിക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ടോ? ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയമൊക്കെ ക്രമീകരിച്ചിരിക്കുകയാണ്. വേഗം പറയും. ഒരു സംശയമാണ്. എൻ്റെ പേര് രതീഷ് കുമാർ, അങ്കമാലിയിൽ നിന്നാണ്. സാറേ, സംശയം, ഈ അൾട്രാ കപ്പാസിറ്റർ നമ്മുടെ നിലവിലെ സിസ്റ്റത്തിനകത്ത് എത്രമാത്രം പെനട്രേറ്റഡ് ആണ്? കേരളം അതിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഏറെക്കുറെ 1.5 വർഷമായിട്ടുണ്ടല്ലോ കെൽട്രോൺ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട്. അതിൻ്റെ നമ്മുടെ അനുഭവ പാഠം എന്താണ് എന്നതാണ് ചോദ്യം. കെൽട്രോൺ 2024 ഒക്ടോബറിലല്ലേ അത് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വളരെ ജാഗ്രതയോടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവേണ്ടത്. പലപ്പോഴും ഇപ്പോൾ എൻ്റെ പേര് സജു എന്നാണ്, ഞാൻ KCB വർക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇപ്പം കേന്ദ്ര സർക്കാർ സംസ്ഥാനമായി ഞെരുക്കുന്ന പല നടപടികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾ വർദ്ധിപ്പിക്കുക,
ഉണ്ടായെങ്കിൽ അതിനെ സംസ്ഥാന ഊർജ്ജ ഉത്തരവാദിത്തം സാധ്യത. അപ്പൊ അത്തരം കാര്യങ്ങൾ കാര്യം ബേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്മിഷൻ മേഖലയുടെ പിൻവാതിൽ സ്വകാര്യവൽക്കരണം. 250 കോടിയിലേറെ തുക ചെലവ് വരുന്ന ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ പദ്ധതികളിൽ നമ്മൾ സ്വകാര്യ മേഖലയെ ക്ഷണിച്ചുകൊണ്ട് ഒരു താരിഫ് വിട്ട് ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞാൽ ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് ആ പദ്ധതിയിൽ സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ലൈൻ വലിക്കുന്നതിനുള്ള എല്ലാ ചെലവും നൽകുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി ജാഗ്രത വേണം, നയപരമായ സമീപനം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഇടതുപക്ഷ ബദലിനെ ശക്തമായി യെസ്, ഇനി ആരുമില്ലേ? ഇതുണ്ട് അവിടെ കൊടുക്കും മൈക്ക്. ദീപ. ഇവിടെ പറഞ്ഞ 2030 അല്ലെങ്കിൽ 2040 നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതികളുടെ വിവിധ മാർഗങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് നമുക്ക് ഇതിൻ്റേതായ ഒരു ബഡ്ജറ്റ് വേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനാൻസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതും കൂടെ ഇതിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ട് പോകണം എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ജയപ്രകാശ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പദ്ധതികൾ എല്ലാം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. വൈദ്യുതി ആവശ്യകത പല രീതിയിലുള്ള പഠനങ്ങൾ ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. ആ ആവശ്യകത എന്ന് പറയുന്നത് നിലവിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം അതിനേക്കാൾ കൂടുതൽ വരുന്ന രീതിയിലാണ്. ഈ സംവിധാനം ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളും ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ആ നിലക്ക് ഈ മേഖലയിലെ നെറ്റ്വർക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വികസനം ആവശ്യമാണ്. അപ്പോൾ ആ തലത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഈ പറയുന്ന അതുകൂടി നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരണം. നെറ്റ്വർക്കിന്റെ വേണ്ടുന്ന ബഡ്ജറ്റ് കൂടി ആ പദ്ധതിയിൽ 35 അതുകൂടി ചേർക്കണം. അത് എൻ്റെ പേര് സുദീപ്, KCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ അംഗമാണ്. നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ പമ്പ്ഡ് സ്റ്റോറേജുകളെ പറ്റിയും അതുപോലെ ബസ്സിൻ്റെ ആവശ്യകത, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ആവശ്യകതയൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ എനർജി കൺസംഷൻ കുറച്ചുകൂടി യൂണിഫോം ആകാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് വെഹിക്കിളുടെ സാധ്യതകളും എനിക്കൊന്ന് ചർച്ചയിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ SMRകളുടെ ഒരു സാധ്യത വേണ്ട രീതിയിൽ ഇവിടെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ നിയമപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ശാന്തി ബില്ല് അടക്കം അതിന് പൊതുവിൽ ആണവ മേഖലയിൽ വളരെ തെറ്റായ രീതിയിലുള്ള പ്രതിലോമകരമായ നിയമനിർമ്മാണമാണ് ദേശീയ തലത്തിലൊക്കെ ആണവ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൻ്റെ സുരക്ഷിതമായ തരത്തിലല്ലാതെ അതിനെ സ്വകാര്യ മേഖലകൾക്ക്, പ്രതിരോധ മേഖലകൾക്ക് അടക്കം ഇടപെടുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ശരിയായ രീതിയിലുള്ള നിയമനിർമ്മാണവും അതിൻ്റെ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ട് SMRകളുടെ സാധ്യത, SMR എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാളും പാസീവ് ഷട്ട് ഡൗൺ ഒക്കെയുള്ള കൂടുതൽ സേഫ് ആയിട്ടുള്ള സാധ്യതകളുണ്ട്. 300 മെഗാവാട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ ആണവ സാധ്യതകൾ നമുക്ക് അതുമായി മുന്നോട്ട് വെക്കാന്ന് വരുന്നത്. അപ്പോൾ SMRയുടെ സാധ്യതകളും നമ്മൾ ഗൗരവമായിട്ട് പരീക്ഷിക്കേണ്ടതല്ലേ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ചർച്ചയ്ക്കുള്ള സമയം നമുക്ക് ഏകദേശം അവസാനിക്കുകയാണ്. ഈ ഒരു ചർച്ച കൊണ്ട്, ഒരാളുടെ ചർച്ച കൊണ്ട് അവസാനിക്കും. ഇപ്പം നമ്മളെ വീടുകളിലും സ്ഥാപനങ്ങളിലും പേര്
വേണം. എൻ്റെ പേര് ശ്രീകുമാരിയമ്മ. ഞാൻ കാര്യങ്ങളെല്ലാം യോജിക്കുകയാണ്, അതുകൊണ്ട് അത് റിപ്പീറ്റ് വരുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഉപയോഗം അതിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്ര നയം തദ്ദേശ സ്വയംഭരണ പോലും അതിൻ്റെ അവർ സോളാറും അതുപോലെ തന്നെ ബാറ്ററി സ്റ്റോറേജൊക്കെ ഉൾപ്പെടെയുള്ള ഒരു നയസമീപനം ആ മേഖലയിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. യെസ്, ചർച്ച അവസാനിക്കുന്നു. ഈ ചർച്ചയ്ക്ക് ഒരു മറുപടിയല്ല, ഇവിടെ ഉണ്ടായിട്ടുള്ള ചർച്ചയുടെയും ഈ സെമിനാറിൽ ഉയർന്നു വന്നിട്ടുള്ള മറ്റ് വിഷയങ്ങളെല്ലാം ചെറിയ വാക്കുകളിൽ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് ഒരു വിഷയാവതാരകൻ ശ്രീ എം ജി സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ ഒന്ന് രണ്ട് പേപ്പറുകൾ എഴുതി കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒന്ന്, നമ്മുടെ പാനലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും കൂടി കൂട്ടത്തിൽ ഒരുമിച്ച് കാണണം. ഒന്ന്, നമ്മൾ ഏത് തരത്തിലുള്ള സൊല്യൂഷനിലേക്ക് പോകുമ്പോഴും ഇതിനൊരു മാക്രോ ലിമിറ്റ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാനാവില്ല. നമുക്കിപ്പോൾ ഹരികുമാർ ഇവിടെ വീടുകളിൽ യെസ് ആ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞ പോലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെയ്യും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ടോട്ടൽ ഈ പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാക്രോ ലിമിറ്റിൻ്റെ ഉള്ളിലാണ്. ആ മാക്രോ ലിമിറ്റിൽ വ്യത്യസ്ത കമ്പോണന്റുകൾ എന്ന രൂപത്തിൽ നമ്മൾ മൈക്രോ ലെവലിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സൊല്യൂഷൻസ് കടന്നു വരാനുണ്ട്. ആ സൊല്യൂഷൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ കാണണം. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ആകെ നമുക്ക് സോളാർ എത്ര ഗ്രിഡിൽ കണക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് ആകെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സോളാറിൻ്റെ അളവിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടാകുന്ന പ്രാദേശിക സ്റ്റോറേജുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കഴിയുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മാക്രോ ലിമിറ്റ് ഉണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയി എല്ലാം പാരലായിട്ട് അനന്തമായി വികസിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതൊക്കെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇവിടെ ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ഹരികുമാർ വെച്ചിട്ടുള്ള കാര്യങ്ങളടക്കം ഇവിടെ അരുൺ ശ്രീകുമാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിനകത്തുള്ള ഒപ്പെക്സ് വരുമ്പോൾ ഈ പറയുന്ന അതിലേക്ക് സബ്സിഡി കമ്പനി വരുമ്പോൾ അവർ അടയ്ക്കേണ്ട പൈസ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മേലെ ഒരു അഡീഷണൽ ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതിയും നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. എത്രയാണോ അവർക്ക് ഇപ്പം നിലവിലുള്ള ബാധ്യത, ആ ബാധ്യത കുറവ് വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ അഡീഷണൽ ആയ ഒരു ബാധ്യത വരുത്തിക്കൊണ്ട് ചെയ്യുക എന്നത് സാധ്യമാകുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. ന്യൂക്ലിയർ എനർജി ഈ പറ്റിയുള്ള ചർച്ച അവസാനിപ്പിച്ചിട്ടില്ല. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിൽ ഒരു സാധ്യത തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ന്യൂക്ലിയർ പ്ലാന്റും കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ തോറിയം ബേസ്ഡ് സാധ്യതകൾ എന്നൊക്കെ പറയുന്നത് പലതും വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടെ SMR സംബന്ധിച്ച് നേരത്തെ സുദീപ് പറഞ്ഞു. SMRന്റെ കേസും ഇപ്പൊ ഇന്ത്യയിലെ SMR ധാരാളമായി കടന്നു വരാനുള്ള സാധ്യത പുതിയ നയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം, ശാന്തി ബില്ലിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്, പക്ഷേ അത് എത്രത്തോളം നമുക്ക് അനുകൂലിക്കാൻ കഴിയും എന്നുള്ളത്, അതിൻ്റെ അകത്ത് അപകട സാധ്യതയും മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല. അതിന് മറ്റ് റെഗുലേറ്ററി സംവിധാനങ്ങളിൽ വരുത്തുന്ന വിട്ടുവീഴ്ച, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ആ സമീപനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോമ്പൻസേഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും അത്തരം നിലപാടുകളെ നമുക്ക് ചെറുക്കേണ്ടി വരും. എന്നാൽ അത്തരം വൈദ്യുതി നിലയങ്ങളെ ചെറുക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമായി കഴിയുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററി സ്റ്റോറേജിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ പറയുന്ന പോലെ DC തന്നെ നേരിട്ട് ഉപയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ എന്ന് സംബന്ധിച്ച ചോദ്യമുണ്ട്. ഒന്ന്, നമ്മളിപ്പം 2040 നമ്മൾ റിന്യൂവബിൾ എനർജി പൂർണ്ണം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ട് 2040 നമ്മളെ വൈദ്യുതി ഉപഭോഗം പൂർണ്ണമായും ഈ പറയുന്ന റിന്യൂവബിൾ എനർജിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ എത്തണമെങ്കിൽ നമുക്ക് ഇപ്പൊ സോളാർ ആണെങ്കിൽ എത്ര മെഗാവാട്ട് സോളാർ വേണ്ടി വരും എന്നുള്ളത് സങ്കല്പം നമുക്ക് ഉണ്ടാവണം. അത് 25,000-30,000 മെഗാവാട്ട് സോളാർ തന്നെ വേണ്ടി വരും, മറ്റ് സോഴ്സും കൂടി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ല നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ ടോട്ടൽ റീകാസ്റ്റിംഗ് വേണ്ടി വരും. മൈക്രോ ഗ്രിഡ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള ടോട്ടൽ റീകാസ്റ്റിംഗ് വേണ്ടി വരും. എനർജി യൂസ് എന്ന് പറയുന്ന സ്ഥാനത്തിനകത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള AC സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് കുറെ DC സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് തരം മാറ്റങ്ങളുടെ ഭാഗമായി മാത്രമേ നമുക്ക് ആ ഒരു നിലയിലേക്ക് എത്താൻ പറ്റൂ. സ്വാഭാവികമായും ഇപ്പം
2040 എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ 14 കൊല്ലം ഇനി ഉള്ളൂ എന്ന് പറയുന്ന പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് ഇതെങ്ങനെ സാധ്യമാകും എന്ന് പറയുന്നത് സാങ്കേതികമായി വലിയൊരു ചലഞ്ച് അതിൻ്റെ പിന്നിലുണ്ട്. ആ ചലഞ്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പം വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികൾ, സ്വാഭാവികമായും വിഴിഞ്ഞം മാത്രമൊന്നുമല്ല, ഈ പറയുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള എനർജി എന്ന് പറയുന്നതിനകത്ത് ഒരു 50% ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തതിന് എത്രയോ ഇരട്ടിയാണ്. സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും നമ്മുടെ മുമ്പിൽ വലിയ ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ചിനനുസരിച്ച് ഇപ്പം നമുക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരം കാര്യങ്ങളിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന സാധനത്തിനകത്തുള്ള പ്ലാനിങ്, ദീർഘകാല പ്ലാനിങ് എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നമ്മളെ പ്ലാനിങ്ങിനകത്ത് കുറച്ചുകൂടി ഗോള് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്ലാനിങ്ങിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഓരോ കാലഘട്ടത്തിലും അടുത്ത ഒരു സീസണിലേക്ക് എത്ര വേണം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് നിന്നുകൊള്ളണം എന്ന് നിർബന്ധമില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഇത് ജനകീയാസൂത്രണ 2ാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം എന്ന നിലയ്ക്ക് ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇതിനു വേണ്ടി വരുന്ന ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു പ്രശ്നം, ഏത് പദ്ധതി നടപ്പാക്കണമെങ്കിലും ആ പദ്ധതി എക്കണോമിക്കലി ഫീസിബിൾ ആണെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. അതിനകത്ത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, പോസിറ്റീവ് റിട്ടേൺ ഉണ്ടായാൽ മാത്രമേ ആ പദ്ധതി നടപ്പാക്കാൻ കഴിയൂ. അങ്ങനെ പോസിറ്റീവ് റിട്ടേണുള്ള ഒരു പദ്ധതിയാണെങ്കിൽ അതിന് ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നതിന് പ്രായോഗികമായി പ്രയാസം ഉണ്ടാവേണ്ടതല്ല. അത് KSEB കണ്ടെത്തണോ, അതിന് മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി കണ്ടെത്തണോ, അതല്ല സ്വകാര്യ മൂലധന നിക്ഷേപം സ്വീകരിക്കണോ എന്നതൊക്കെ സ്വീകരിക്കപ്പെടേണ്ട ഒരു പൊതു നയസമീപനത്തിന്റെ ഭാഗമായി സ്വീകരിക്കപ്പെടേണ്ടതാണ്. പലതിലും ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഈ പറയുന്ന റിന്യൂവൽ എനർജി പാർക്ക് പൂർണ്ണമായും ഗവൺമെന്റ് നിക്ഷേപത്തെ തന്നെ ആയിരിക്കണം അവിടെ നടക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ IT പാർക്കോ മറ്റേതെങ്കിലും പാർക്കുകളോ പോലെ തന്നെ സ്വകാര്യ മേഖലാ നിക്ഷേപം കൂടി അവിടെ സ്വീകരിക്കാം. എന്നാൽ വൈദ്യുതി ഡിസ്ട്രിബ്യൂഷനിൽ സ്വകാര്യ മേഖലാ നിക്ഷേപം സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പം നമുക്ക് എവിടെ എങ്ങനെയാണ് നിക്ഷേപം കണ്ടെത്തേണ്ടത് എന്നത് സംബന്ധിച്ച് കുറെ കൂടി സമഗ്രമായ പരിശോധന വേണ്ടിവരും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ അഭിപ്രായങ്ങളും നമ്മുടെ രേഖയുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടോ, അതുകൊണ്ട് അത് പറഞ്ഞു പോകണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ വെച്ച പ്രപ്പോസൽ എന്ന് പറയുന്നത് 100 യൂണിറ്റ് വരെയുള്ളവർക്ക് സൗജന്യ ഹരിത വൈദ്യുതി സർക്കാരിൻ്റെ ബഡ്ജറ്ററി സപ്പോർട്ട് ഇല്ലാതെ കൊടുക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. അത് സമയമില്ലാത്തതുകൊണ്ട് പലർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ പ്രപ്പോസൽ, അല്ലാതെ അധിക ഭാരത്തോടുകൂടിയല്ല. പ്രിയമുള്ളവരെ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ 5ാമത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഊർജത്തിൻ്റെ സെമിനാർ അവസാനിക്കുകയാണ്. ഈ സെമിനാറിൽ എന്താണോ AKG പഠന ഗവേഷണ കേന്ദ്രം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ഈ സെമിനാറിൻ്റെ അവസാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സെമിനാറിൻ്റെ അധ്യക്ഷത പദം വഹിച്ച സഖാവ് MB ജയരാജൻ, ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ K രവിരാമൻ, ഈ സെമിനാറിൻ്റെ വിഷയ അവതരണം നടത്തുകയും അതിൻ്റെ ക്രോഡീകരണം നടത്തുകയും ചെയ്ത ഡോക്ടർ MG സുരേഷ് കുമാർ, ചർച്ചകൾ നയിച്ച ഡോക്ടർ R ഹരികുമാർ, ശ്രീ B പ്രദീപ്, ശ്രീ ശിവരാമകൃഷ്ണൻ, ശ്രീ S ഹരിലാൽ, ശ്രീ E മനോജ് എന്നിവർക്ക് ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സെമിനാറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സഹകരിച്ച ഇതിൻ്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനും അടക്കം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ സെമിനാർ നടപടിക്രമങ്ങൾ അവസാനിച്ചതായി അറിയിക്കുന്നു. നമ്മുടെ ടൈം എന്ന് പറഞ്ഞാണല്ലോ, ഇതൊന്നും തെറ്റില്ല. ഒരു പയ്യ ഉണ്ടായിരുന്നു.
കുഴപ്പമില്ല.